സ്റ്റഡീസിന്റെ ലാസ്റ്റ് ഫൈനൽ റിവിഷനിലേക്ക് നമ്മൾ വന്ന് നിൽക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ കണ്ടെന്ന് കൈവീശി കഴിച്ചേ കണ്ടില്ലേ? യെസ്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അശ്വ സാർ ഭയങ്കര വന്നപ്പോ തന്നെ സാർ ക്ഷമിച്ചല്ലോ. നമുക്ക് ഏതോടുകൂടി ബിസിനസ് കഴിഞ്ഞു. യെസ്, ഓക്കെ. +2 ഞാൻ ഡിഗ്രിക്ക് പഠിക്കണം. യെസ്, ഓക്കെ. ബിസിനസ് സ്റ്റഡീസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ വീഡിയോ കൊണ്ടൊക്കെ റെഡി ആയിട്ടൊന്നിരുന്നേ. ആരുടെ മുഖത്താണ്? ആൻസിറ്റ. ആൻസിറ്റ ചിരിക്കണ്ടില്ല. ഇനി ഇതിനെ കാണണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർ. എക്കണോമിക്സ് ആണ്. ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ സാറേ? ഓക്കെ, നമുക്ക് ഓർഗനൈസിംഗ് നോക്കാം. 7 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചാപ്റ്റർ ആണ് ഓർഗനൈസിംഗ് വരുന്നത്. 7 മാർക്കിന് വരെ എന്തായാലും മിനിമം ചോദിച്ചിരിക്കും. അതിൽ കൂടുതൽ മിനിമം ആണെന്ന് പറയുന്നത് ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ഓർഗനൈസിംഗ് എന്താണെന്ന് നോക്കാം അല്ലേ? യെസ്, ഓർഗനൈസിംഗ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസിംഗ് മൊത്തം ഓർഗനൈസേഷന്റെ വർക്ക് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയുള്ള ആളുകൾക്ക് വർക്ക് കൊടുക്കും. അതുപോലെ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അങ്ങനെ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യലാണ് എന്ത്? ഓർഗനൈസിംഗ്. ഒരുമിപ്പിച്ച് കൊണ്ടുപോകാം. നമുക്കിനി ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് പഠിക്കാം. മക്കളെ സ്റ്റെപ്സ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർഡറിൽ തന്നെ പഠിക്കാം. ചിലപ്പോൾ മിസ്സിംഗ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്കുകളെ ഐഡന്റിഫൈ ചെയ്യുക, വർക്കുകളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പഠിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 2 എന്താണ് ടീച്ചറെ? ഡിപ്പാർട്ട്മെന്റലൈസ്. ദാറ്റ് മീൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്യുക. ഓരോ വർക്ക് അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്യുക. സ്റ്റെപ്പ് 3 ൽ പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി. ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കുക? അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് കൊടുക്കണം. ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് 4 ൽ എന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻ. ദാറ്റ് മീൻസ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി. ആര് ഓർഡർ കൊടുക്കണം, ആര് ഓർഡർ അനുസരിച്ച് വർക്ക് ചെയ്യണമെന്നുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന മക്കളെ. പക്ഷെ ഓർഡറിൽ പഠിക്കണം. ഓർഡറിൽ കിട്ടും നിങ്ങൾക്ക്. കാരണം ഇത് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഡ്യൂട്ടി അതിനുശേഷം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കാം. പ്രത്യേകം നിങ്ങൾ ആ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് ഓർഗനൈസിംഗിന്റെ ഇമ്പോർട്ടൻസിലോട്ട് പോകാം. ഫസ്റ്റ് ആണെങ്കിൽ ഓർഗനൈസിംഗ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്. അപ്പൊ എന്താ കൊണ്ടുവരാ? സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. പിന്നെ ഓൾറെഡി റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ എന്തുണ്ടാകും? ക്ലാരിറ്റി വർക്കിംഗ് റിലേഷൻ ഉണ്ടാകും. പിന്നെ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. പിന്നെ എന്താണ്? മൊത്തം ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. അടുത്താണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ ഈ ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു ഡിവൈഡ് ചെയ്ത് പറഞ്ഞു അല്ലേ? അപ്പൊ ഇതിന് ഓരോ സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. കണ്ടുപിടിച്ചതല്ലേ? അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ മാനേജ്മെന്റും അവരുടെ ടാസ്കുകളും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുക? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഉണ്ടാകും. മാനേജ്മെന്റും അവരുടെ ടാസ്കും ആണ് എന്ത്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെന്റ്. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം. 2 പേരുണ്ട്. എന്തൊക്കെയാണ്? സ്പാൻ ഓഫ് മാനേജ്മെന്റും സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് മുകളിൽ നിൽക്കുന്ന സൂപ്പർവൈസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 പേരെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സൂപ്പർവൈസർക്ക് എത്ര സബോർഡിനേറ്റേഴ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും? അതിന്റെ എണ്ണത്തെയാണ് എന്ത് പറയാ? സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. സൂപ്പർവൈസറിന് എത്ര ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ വരാം. 1 വേർഡ് ആയിട്ട് വരാം. അടുത്ത നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് പോകാം അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത് 2 ഉണ്ട് അല്ലേ? ഏതൊക്കെ സ്ട്രക്ചർ ആണ്? ഫങ്ഷണലും ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചറും ഉണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട് ഫങ്ഷണൽ. അപ്പൊ ഇവിടെ ഫങ്ഷൻ ആയിരിക്കും. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഡിവൈഡ്. നമുക്ക് നോക്കാം ഫങ്ഷണൽ സ്ട്രക്ചർ. അതിന്റെ ഫിഗർ അടക്കം പഠിക്കണം മക്കളെ. ഇത് എക്സാമിന് വന്നാൽ നിർബന്ധമായിട്ട് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരച്ചു വെക്കാം. അപ്പൊ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒരു ജനറൽ മാനേജർ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഓരോ ഫംഗ്ഷൻ ജോബ് അനുസരിച്ചോ അല്ലെങ്കിൽ ഫംഗ്ഷൻ അനുസരിച്ചോ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഫോം. അപ്പൊ ഓർത്ത് വെക്കുക, ജോബിന്റെ ബേസിസിലോ അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷന്റെ സിമിലാരിറ്റിയുടെ ബേസിസിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ പ്രവർത്തനങ്ങൾ. ജോലിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരത്തിരിക്കുന്ന രീതിയാണ്
ഫങ്ഷണൽ സ്ട്രക്ചർ. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, സെയിൽസ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ 2 പോയിന്റ് വെച്ചൊക്കെ പഠിച്ചാൽ മതി. ഫസ്റ്റ് എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് അവിടെയും ഉണ്ട്, പിന്നെ കോർഡിനേഷൻ ഒക്കെ എളുപ്പമായിരിക്കും, പിന്നെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ ഡിസിഷൻസ് ഒക്കെ എന്താണ് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അതുപോലെ എന്താണ് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എവിടെ എഴുതി വെക്കാം. അടുത്താണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതായത് ഒരു മാർക്കറ്റിംഗ്, ഒരു കമ്പനിക്ക് പല പല പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ. അതായത് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് ഉണ്ടാവാം, മെഡിസിൻ ഉണ്ടാവാം, ഗാർമെന്റ്സ് ഉണ്ടാവാം, ഫുഡ് വെയർ ഉണ്ടായിരിക്കാം. ഇവർക്ക് ഓരോ പ്രൊഡക്റ്റുകൾക്കും നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഡിവിഷൻ ഡിവൈഡ് ചെയ്യും. അതാണ് ഡിവിഷണൽ. അപ്പൊ ഡിവിഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ഡിവൈഡ് ചെയ്യാം കേട്ടോ. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? പ്രൊഡക്റ്റിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാം. ഒരു കമ്പനിക്ക് തന്നെ പല പല പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ ഓരോ പ്രൊഡക്റ്റിനും എന്തുണ്ടാവും? ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വീണ്ടും ഉണ്ടാകും മൾട്ടി ഫംഗ്ഷൻസ് ഉണ്ടാകും. ഇതും കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് വരച്ചു വെക്കണം കേട്ടോ. ഇത് വരയ്ക്കുമ്പോൾ പ്രൊഡക്റ്റ് മാത്രം വരച്ച് നിർത്തരുത്, അതിന്റെ അടിയിൽ മൾട്ടി ഫംഗ്ഷൻസും കൂടി വരച്ചു വെക്കണം. നേരത്തെ നമ്മൾ മറ്റൊടുത്ത് പഠിച്ചില്ലേ, ഫംഗ്ഷനിൽ പഠിച്ചില്ലേ? അത് താഴെ ഓരോ പ്രൊഡക്റ്റ് താഴെയിട്ട് വരച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. മക്കളെ ഉറപ്പായിട്ട് ഇത് ചോദിച്ചാൽ ഫിഗർ നിർബന്ധമായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പോകുകയാണെങ്കിൽ ഇത് എക്സ്പ്രസ് പോയിന്റ് ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ എന്താണ് ഡിവിഷനിൽ ഓരോ ഡിവിഷനും ഒരു ഓട്ടോണമസ് പവർ കിട്ടും. പിന്നെ ഡിവിഷണൽ ഹെഡിന്റെ ആണെങ്കിലോ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാനും ഗ്രോത്തിനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് അറിയുകയാണെങ്കിൽ കോസ്റ്റ് കൂടും, ഓരോന്നും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്യൂട്ടബിൾ അല്ലാത്തത് ക്വസ്റ്റ്യൻ ചോദിക്കും. വലിയ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ഏതായിരിക്കും ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ സ്മോൾ ആണെങ്കിലോ ഏതായിരിക്കും? സ്മോൾ ആണെങ്കിൽ ഫംഗ്ഷണൽ ആയിരിക്കും. അപ്പൊ ഒരുപാട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് ഡിവിഷണൽ സ്ട്രക്ചറിന് സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി ഫംഗ്ഷന്റെ ബേസിലാണെങ്കിലോ അത് ഫംഗ്ഷണൽ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഈ ഫംഗ്ഷണൽ ഡിവിഷൻ ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിച്ചല്ലോ, അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് ചെയ്താൽ സിമ്പിൾ ആണ് അല്ലെ. ഇത് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, ഇതാണെങ്കിൽ പ്രൊഡക്റ്റ് ആണ്, ഇത് ഫംഗ്ഷനിലാണ്. സ്പെഷ്യലൈസേഷൻ എവിടെയാണെങ്കിൽ ഇവിടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് എക്കണോമിക്കൽ ആണെങ്കിൽ, ഇത് സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ സിമ്പിൾ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഓർഗനൈസിംഗ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇത് മാറിപ്പോകരുത്. സ്ട്രക്ചർ രണ്ടെണ്ണുള്ളൂ, ഡിവിഷണൽ സ്ട്രക്ചറും ഫംഗ്ഷണലും. പക്ഷെ ഓർഗനൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്, ഫോർമൽ ഓർഗനൈസേഷനും എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. കമ്മ്യൂണിക്കേഷൻ പഠിച്ചില്ലേ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെയാണ് ഇവിടെ. അത് കമ്മ്യൂണിക്കേഷൻ ആണ്, ഇത് ഓർഗനൈസേഷൻ ആണ്. അത്ര വ്യത്യാസമുണ്ട്. സെയിം ഇത് തന്നെയാണ്, കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. വർക്ക് മാത്രം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുള്ളൂ. പിന്നെ സ്കാലർ കൂടി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, കോർഡിനേഷനും കൺട്രോളും നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലോ, നമുക്കറിയാലോ കമ്പനി ആകുമ്പോൾ എന്തായിരിക്കും ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചും കൂടി ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. സ്കാലർ ചെയിനിൽ കൂടി പോകുള്ളൂ ഇൻഫർമേഷൻസ് ഒക്കെ. പിന്നെ ഇംപേഴ്സണൽ, അതായത് വർക്ക് മാത്രം നോക്കുകയുള്ളൂ. അപ്പൊ ഇംപേഴ്സണൽ ആയിരിക്കും അല്ലെ, പേഴ്സൺസിന് അവിടെ കൺസിഡറേഷൻ ഇല്ല. അഡ്വാൻറ്റേജസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻഫോർമൽ പഠിക്കാം. എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫോർമൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ക്രിയേറ്റ് ചെയ്താണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫോർമൽ എന്താണ് നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് മൂലമുണ്ടാകുന്ന ചെറിയ കമ്മ്യൂണിക്കേഷൻ പഠിച്ച പോലെ തന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പുകൾ, ഫ്രണ്ട്ഷിപ്പ്, ഇതിനൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് എന്താണ് പെട്ടെന്ന് എമർജ് ആവല്ലേ, സ്പോണ്ടേനിയസ്ലി പെട്ടെന്ന് ഉണ്ടാകും. എന്താണ് അതിന് റൂൾസോ ചട്ടങ്ങളൊന്നുമില്ല. കമ്മ്യൂണിക്കേഷന് പ്രത്യേകിച്ച് ലൈനില്ല. യെസ്, സച്ചിന് വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കും. മേക്കപ്പ് ഇട്ട് ഓടിക്കുന്നു സാറേ. നിങ്ങളുടെ അടുത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ സോഷ്യൽ നീഡ്സ്, നമ്മുടെ പേഴ്സണൽ നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കും. പല ദൂഷ്യം നോക്കാം. യെസ്, അതെ, വേറെ ആവശ്യമില്ല. അടുപ്പം കൂടുന്നവരും എന്താ സംഭവം പിടിക്കുന്നത്. ഡിഫറൻസ് ഫോർമൽ ഇൻഫോർമൽ
ഫോർമൽ ഓർഗനൈസേഷൻ ടീച്ചർ ഫോർമൽ പറഞ്ഞോളൂ. ഓക്കെ, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. ഈ വാക്സ് ഇൻഫോർമൽ ആണെങ്കിലോ arises automatically by social interaction of employees. തൊഴിലാളികൾക്കിടയിലുള്ള എന്താണ് ആ സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ഇവിടെ ആണെങ്കിൽ പർപ്പസ് ഉണ്ട്, ഇവിടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് അറിയാം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ഒരു മുൻകൂട്ടി പ്രവചിച്ച രീതിയിലുള്ള ഒരു പർപ്പസ് അവിടെ ഇല്ല. ഇവിടെ എങ്ങനെയായിരിക്കും, എല്ലാത്തിനും സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി റിജിഡ് ആയിരിക്കും, റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ റിജിഡ് ആയിരിക്കും. ഇതാണെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആണ് അല്ലെ, നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഏത് സമയത്ത് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ എന്തില്ല, ഒരു ഓർഗനൈസേഷൻ ഒരു ഫോർമാറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് മോർ ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ സ്കാലാർ ചെയിനിൽ കൂടി ആയിരിക്കും. ഇതെല്ലാ ചാനലും വാട്സ്ആപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഇല്ല. സിമ്പിൾ ആണ് കേട്ടോ മക്കളെ, സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇവാനും കൊണ്ടുപോയിട്ടുള്ള ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്, ഇതിന്റെ എലമെന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പഠിച്ചിട്ട് പോകണം, സ്കിപ്പ് ചെയ്യരുത്. എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഡെലിഗേഷൻ ചെയ്യുന്നത് നമ്മൾ അതോറിറ്റി സബോർഡിനേറ്റേഴ്സിന് നമ്മൾ എന്താണ്, നമ്മൾ അതോറിറ്റി കൊടുക്കുകയാണ്, വർക്ക് കൊടുക്കുന്നു, അതോറിറ്റി കൊടുക്കുന്നത് ഡെലിഗേഷൻ. ഗ്രാൻഡിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് അല്ലെ. അപ്പൊ അതിൽ വരുന്ന എലമെന്റ്സുകൾ നമുക്ക് നോക്കാം മക്കളെ. എലമെന്റ്സുകൾ ചിലപ്പോൾ വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി. വെറുതെ എലമെന്റ് മാത്രം പഠിക്കാതെ എക്സ്പ്രഷൻ പഠിക്കണം. എന്താ ഓൾറെഡി അറിയാലോ, റൈറ്റ് ടു ഗീവ് പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പളി പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്. ആകെ അറിയാത്തത് അക്കൗണ്ടബിലിറ്റി മാത്രമായിരിക്കും. അതായത് ഫൈനൽ ആൻസറിനുള്ള എന്താണ് ഔട്ട്കം പറയാനുള്ള ആൻസറബിലിറ്റി ആണ് എന്ത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഇങ്ങനെ വർക്ക് നമ്മൾ സബോർഡിനേറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണം. ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെലിഗേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് ആണെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണെങ്കിൽ എന്തുണ്ടാകും, മാനേജർ കൊടുക്കുമ്പോൾ മാനേജറുടെ വർക്ക് ലോഡ് കുറയും അല്ലെ. പിന്നെ എംപ്ലോയിക്ക് അവർക്കാണെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി പോണ്ടാവും. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതിന്റെ എലമെന്റ്സുകൾ പറഞ്ഞു. ആ എലമെന്റ്സുകൾ മൂന്ന് തമ്മിൽ ജസ്റ്റ് ഡിഫറൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. റൈറ്റ് ടു കമാൻഡ് അല്ലെ. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റി റൈറ്റ് ടു കമാൻഡ് ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഒബ്ലിക്കേഷൻ പ്രത്യേകം ഓർത്ത് വെക്കാം മക്കളെ. ഒബ്ലിക്കേഷൻ ആദ്യത്തെ ഡിഫറൻസ് ഡെഫിനിഷൻ ആണ്. അടുത്താണെങ്കിൽ അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അതോറിറ്റി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റി cannot be entirely കംപ്ലീറ്റ് ആയിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടബിലിറ്റി ആണെങ്കിലോ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോർമൽ പൊസിഷനിലാണ് അതോറിറ്റി വരാം. ഇനി ഡെലിഗേഷൻ ചെയ്യുമ്പോഴാണ് എന്ത് വരാം, റെസ്പോൺസിബിലിറ്റി വരാം. നെക്സ്റ്റ് എന്താണ് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് അക്കൗണ്ടബിലിറ്റി വരാം. ഇതാണെങ്കിലോ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആയിരിക്കും. സുപ്പീരിയർ ആയിരിക്കും എപ്പോഴും. സബോർഡിനേറ്റ്സിലോട്ട് ആയിരിക്കും അതോറിറ്റി വരിക അല്ലെ. പക്ഷെ മറ്റോടാണെങ്കിലോ നേരെ സബോർഡിനേറ്റ് ടു സുപ്പീരിയർ, താഴേന്ന് മുകളിലേക്കായിരിക്കും. ഇവിടെയാണ് സബോർഡിനേറ്റ് സുപ്പീരിയർ തന്നെയാണ് കേട്ടോ. അത് അങ്ങനെ പഠിച്ചു വെക്കാം മക്കളെ. അടുത്ത ടോപ്പിക് ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ 14 പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് പറയണ്ടല്ലോ. അടുത്ത ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഡിഫറൻസ് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് എന്താണ്, അതോറിറ്റി നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന് ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഡെലിഗേഷൻ. അതോറിറ്റി കൊടുക്കുന്നു, ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുകയാണെങ്കിൽ ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഫ്രം വൺ ലെവൽ ടു അനദർ അല്ലേ. ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ രാഷ്ട്രീയമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെലിഗേറ്റ് ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഇവിടെ വൺ പേഴ്സൺ ടു അതർ പേഴ്സൺ ആണല്ലേ. ഒരു പേഴ്സണിൽ നിന്ന് ഒരു പേഴ്സണിലേക്ക് ആകുമ്പോൾ ലെവൽ ടു ലെവൽ ആയി. ഇൻഡിവിജ്വൽ ടു വൺ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഡെലിഗേഷൻ, വൺ ലെവൽ ടു അനദർ ലെവൽ ആണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ. തെറ്റിക്കരുത് മക്കളെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് റെസ്പോൺസിബിലിറ്റി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഡെലിഗേഷൻ ഒരു കമ്പൽസറി ആക്ടിവിറ്റി ആണ്. ഓർഗനൈസേഷൻ ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ സുപ്പീരിയർക്കായിരിക്കും കൂടുതലും ഫ്രീഡം, സബോർഡിനേറ്റേഴ്സിന്റെ ഫ്രീഡം കുറവായിരിക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് കൺട്രോൾ എന്തായിരിക്കും, ടോപ്പ് ലെവലിലേക്ക് കൺട്രോൾ എന്തായിരിക്കും, ലോവർ ലെവലിൽ കൊടുക്കും. ലോവർ ലെവലിലായിരിക്കും കംപ്ലീറ്റ് ഫ്രീഡം. ഇത് വൺ പേഴ്സൺ ടു പേഴ്സൺ ആണ്, സോ ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇത് അങ്ങനെയല്ല, ലെവലാണ്. അപ്പോൾ ലെവൽ ടു ലെവൽ ആകുമ്പോൾ ടോട്ടൽ ആസ്റ്റിക്കും. ചാപ്റ്റർ ഇത് നന്നായി പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. ഇന്ന് ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമല്, ഇൻഫോർമല് നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഇനി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ടീച്ചറെ? നോക്കാലോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ സൂപ്പർവൈസേഴ്സ് ഡയറക്റ്റ് കൺട്രോൾ. ഒരു സൂപ്പർവൈസറിന്റെ അണ്ടറിൽ എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് വേണം അല്ലെ. എന്താ പറയാ, സ്കാലാർ ചെയിൻ ആണോ, സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആണോ, ഗാങ് പ്ലാങ്ക് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ആരെ വിളിക്കാം നമുക്ക്? യദു കൃഷ്ണ എന്ന് പറയണം.
ഒരു സൂപ്പർവൈസറിന്റെ അണ്ടറിൽ എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് വേണം എന്ന് പറയുന്നതിന് എന്ത് പറയാ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏതാ? ആണോടാ? എപ്പോഴാണ് നീ പറഞ്ഞത്? അതുകൊണ്ട് അറിയാലോ വായിക്കാനുള്ളതല്ലേ. അതെപ്പോഴാ വന്നത്? നീ കുറച്ച് ലേറ്റ് ആയില്ലേ? 2 മിനിറ്റ് 2 മിനിറ്റ് മതി. അടുത്തേക്ക് പോകാം. 2 പൂജ്യം മതി. അവിടെ അവിടെ അസിന്നിങ്ങനെ സാർ എന്നെ വിളിക്കുന്നു. അസിന്നിങ്ങനെ യെസ് അഭിഷേക് അല്ലേ? ഏതാ മോനെ ആൻസർ? സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് വാസിനെ വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിനല്ലേ ആ നെറ്റ്വർക്കിന് നമ്മൾ എന്താ പറയാ? ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ നണ്ണാണോ മോനെ? ഏതാണ് സീൻ? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. Very good. The obligation of a subordinate to perform the assigned duty properly. Responsibility, authority, decentralization, accountability. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്ക് ആരെ വിളിക്കാം സാറേ? അഭിനന്ദനെ വിളിക്കാം സാറേ. അഭിനന്ദൻ പറയുമോനെ, ഏതാണ് ആൻസർ? റെസ്പോൺസിബിലിറ്റി. Very good. Yes. Okay, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 8 കൺട്രോളിംഗ് ആണ് മക്കളെ. ഇത് വളരെ ചെറിയൊരു സമാധാനമുള്ള ചാപ്റ്റർ ആണ്. സമാധാനമുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ സ്റ്റെപ്പ് നന്നായി പഠിക്കണം അല്ലേ? അങ്ങനെ സ്റ്റെപ്പും പഠിക്കണം, ലിമിറ്റേഷനും പഠിക്കണം. അതിന് അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത്. അതുപോലെ ഇതിന്ന് ഒരു 1 വേർഡ് വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് കൺട്രോളിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏത് ഫംഗ്ഷൻ ആണെന്ന് ഇപ്പോഴും ചോദിക്കും. Controlling is a process through which management ensures that actual activities conform to the planned activities. അതായത് പ്ലാൻ ചെയ്ത പോരാണോ, പ്ലാൻ അനുസരിച്ചാണോ ആക്ച്വൽ ആക്ടിവിറ്റീസ് പോകുന്നത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺട്രോളിംഗ്. വളരെ ശ്രദ്ധിക്കാതെ മക്കളെ. അതായത് ആക്ച്വൽ പ്ലാൻഡ് അല്ലെ, മനസ്സിലായില്ലേ? മുൻകൂട്ടി സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ആക്ച്വലി സംഭവിച്ചത്. അല്ലെങ്കിൽ ചോദിക്കാം സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോലെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് കൺട്രോളിംഗ് ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓർത്താ പ്ലാനും ഓർക്കാം. അത് ഓർത്ത് വെക്കാം. അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആണ്. ഗോൾ ഓറിയന്റഡ് ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന കണ്ടിന്യൂസ്, ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ്. അടുത്തേക്ക് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണത്. അതിൽ എന്തൊക്കെ നമുക്ക് പഠിക്കും? ഒരു 5 എണ്ണം പഠിച്ചാലും മതി അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഓർഗനൈസേഷന്റെ ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. എംപ്ലോയിക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ് ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരിക്കും. കോർഡിനേഷൻ എല്ലാത്തിലും എഴുതാൻ പറ്റും. കോർഡിനേഷൻ എന്താണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്താകും? ഡിസിഷൻ അപ്പ് എടുക്കാൻ പറ്റും. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകാം. ലിമിറ്റേഷൻ ഓഫ് കൺട്രോളിംഗ്. മക്കളെ ലിമിറ്റേഷൻ പഠിക്കുന്ന ജസ്റ്റ് ഒരു ലൈനിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ലൈനിൽ എഴുതാം. നിങ്ങൾ എപ്പോഴും ബിസിനസിന്റെ പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് എക്സ്പ്ലനേഷൻ ഓൺവേർഡ്സിൽ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. പക്ഷെ പോയിന്റ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതും. മനസ്സിലായില്ലേ? എക്സ്പ്ലനേഷൻ നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതിയാൽ കറക്റ്റ് മാർക്ക് കിട്ടും. പക്ഷെ ഓൺവേർഡ്സിൽ എഴുതാന്ന് പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും. എന്തെങ്കിലും കഥ വേണം. Difficulty in setting quantitative standard. കൺട്രോളിംഗ് ആകുമ്പോൾ എന്ത് വേണം? സ്റ്റാൻഡേർഡ് വേണം. അപ്പൊ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റേറ്റീവ് സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും സാറേ. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട് അല്ലെ? മെഷറബിൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിസിനസിന് പുറത്തുള്ള ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്താണ്? ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എംപ്ലോയീസിന്റെ എന്താണ്? കൺട്രോളിംഗ് കൂടുതൽ കൺട്രോൾ എംപ്ലോയിയുടെ റെസിസ്റ്റൻസ്. എംപ്ലോയിക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എംപ്ലോയിയുടെ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് കൺട്രോൾ എന്താണ്? കോസ്റ്റ്ലി. നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം? ടൈം കൺസ്യൂമിംഗ് എന്ന് പറയാം അല്ലെ? കോസ്റ്റ്ലി ഉള്ള എല്ലാം എന്താണ്? ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. മക്കളെ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 4 മാർക്കാണ്. അത് മിനിമം ആണ് മക്കളെ. ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം. ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് അതിൽ കൂടുതൽ വരാം. മിനിമം 4 മാർക്കിന് വരും. അപ്പൊ നിങ്ങൾ ലിമിറ്റേഷൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകാം. ദെൻ ഈ ചാപ്റ്ററിൽ ഒഴിവാക്കാനാകാത്ത പോർഷനിലേക്ക് പോകാലോ സാറേ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ കൺട്രോളിംഗ് സ്റ്റെപ്സ്. മക്കളെ ഇത് ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോവുക. വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് വരും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് മുക്കിന്ന് മൂലന്നൊക്കെ അരിച്ച് പെറുക്കി പഠിച്ചിട്ട് പോവുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോമിലാണ് വരുന്നത്. വെറുതെ ആ പൂപ്പ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ
മാർക്ക് വേണമെങ്കിൽ പഠിച്ചിട്ട് പോകണം. ഫുൾ മാർക്ക് വേണമെങ്കിൽ നന്നായി പഠിച്ചിട്ട് പോവാം. ഒന്ന് നമുക്കറിയാം സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഒന്നാം സ്റ്റെപ്പ് എന്താ, നമ്മൾ പെർഫോം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അല്ലെ. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞില്ല, അതേപോലെ. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യാം, സംഭവിച്ചത് മെഷർ ചെയ്ത് വെക്കുക. നമ്മുടെ പെർഫോമൻസ് എന്താണോ അത് മെഷർ ചെയ്യാം. ആക്ച്വൽ പെർഫോമൻസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തു, രണ്ടാമത് ആക്ച്വലി സംഭവിച്ചത് മെഷർ ചെയ്തു. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡേർഡും ഈ പറഞ്ഞ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യും. ഇപ്പൊ സംഭവിച്ചത് തമ്മിലുള്ള കമ്പാരിസൺ നടത്താം. ഇത് കമ്പാരിസൺ നടത്തിയിട്ട് എന്ത് ചെയ്യുക, ഡീവിയേഷൻസ് അനലൈസ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഫോളോ മക്കളെ ഓർഡറിൽ പഠിക്കാവുന്നേ. ആദ്യം സെറ്റ് ചെയ്തു, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വൽ പെർഫോമൻസ് ചെയ്തു, പിന്നെ അത് കമ്പയർ ചെയ്തു, പിന്നെ ഡീവിയേഷൻസ്. അത് കറക്റ്റ് ആക്ഷൻ എടുത്തു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട സാർ, ഇതില് ഡീവിയേഷൻസ് മക്കളെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനേജ്മെന്റ് ബൈ എക്സംഷൻ എന്ന ടോപ്പിക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഡീവിയേഷൻസിന്റെ അളവ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കണം. അപ്പൊ ഡീവിയേഷൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കുക. അതിനെ പറയുന്ന പേരാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഓർത്ത് വെക്കുക, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. അപ്പൊ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണെങ്കിൽ അല്ലെ, ഡീവിയേഷൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ പോയി അറിയിക്കണം. അതിനെയാണ് MB എന്ന് പറയാ കേട്ടോ. പഠിച്ചു വെക്കാം എല്ലാവരും. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇതിനൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ, ഏതെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ദാറ്റ് എൻഷുർസ് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ. പ്ലാൻ അനുസരിച്ചാണോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഏതാണ് യാസീൻ? ഏതാടാ? പ്ലാൻ അനുസരിച്ചാണോ, മുൻകൂട്ടി സെറ്റ് ചെയ്ത പ്രകാരമാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാടാ? ഞാൻ വടിയെടുത്തൊക്കെ സാർ അവരടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാക്കിലേക്ക് അടിക്കാൻ വേണ്ടി എടുത്തൊക്കെ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകുമ്പോഴേ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇതിൽ 4 മാർക്കുള്ളൂ അല്ലേ? കൺട്രോളിംഗ് 4 മാർക്ക്, കൺസ്യൂമർ 8 മാർക്ക്. ടോട്ടൽ 8. എന്റെ കണക്കൂട്ടൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പറഞ്ഞ എന്താണ് ടീച്ചർ? കൺസ്യൂമർ അതായത് നമുക്ക് എന്ത് വേണം, നമ്മുടെ സെല്ലേഴ്സ് അല്ലെ, പ്രൊഡക്റ്റ് വിൽക്കുന്ന സെല്ലേഴ്സ് നമുക്ക് എന്ത് വേണം, അവരുടെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നമുക്ക് എന്ത് വേണം, ഒരു പ്രൊട്ടക്ഷൻ വേണം. അതിനുള്ള എന്താണ് മെഷേഴ്സിനെയാണ് പറയാ, അല്ലെങ്കിൽ അതിനുള്ള എന്താണ് പരിപാടികൾ എന്ന് പറയാ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഗുഡ്സ് മേടിക്കുമ്പോ നല്ല ഗുഡ്സ് കിട്ടാം, മായം ചേർക്കൊക്കെ ചെയ്യുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കോടതിയിൽ അവരോടൊക്കെ പോയി കേസ് കൊടുക്കാം അല്ലെ, അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്യൂമറെ പ്രൊട്ടക്ട്? ഫസ്റ്റ് എന്താണ്, കൺസ്യൂമർ അവരുടെ റൈറ്റിനെ കുറിച്ച് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതുപോലെ എന്താണ്, കൺസ്യൂമർക്ക് ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താണ്, നമ്മുടെ കൺസ്യൂമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും, നമുക്ക് ലോങ് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ഒരു ബിസിനസ് ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ പ്രൊട്ടക്ഷൻ ആക്ടുകളാ പറഞ്ഞേക്കുന്നത് മക്കളെ. ഒരു 2-3 ആക്ട് പഠിച്ചു വെക്കാം. മെയിൻ ആയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇല്ല കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വർഷം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. കാരണം എപ്പോഴും ചോദിക്കാം, വൺ വേർഡ് മിസ്സിംഗ് ആയിട്ട് 4 ഏതെങ്കിലും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇൻകോർഡർ ആക്ട് 1872 ആണ്, 30 ആണ്. അതേ ഇരിക്കും സാർ, 1955 ആണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്യൂമർ റൈറ്റ്സ്. ഇത് ഉറപ്പായിട്ടും മോഡൽ എക്സാമിന് വന്നിരുന്നു കേട്ടോ. കൺസ്യൂമറിനുള്ള അധികാരങ്ങൾ, റൈറ്റ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കാം. ഒന്നാമത്തെ റൈറ്റ് എന്താ? റൈറ്റ് ടു സേഫ്റ്റി ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് ടു സീക്ക് റെഡ്രസൽ ഉണ്ട്, അതുപോലെ റൈറ്റ് ടു ബി ഇൻഫോംഡ് ഉണ്ട്. കൺസ്യൂമർക്ക് എന്ത് വേണം, അവർ ഗുഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാകാൻ പാടില്ല, ജീവന ഭീഷണി
ആരോഗ്യകരമായിട്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് റൈറ്റ് ടു സേഫ്റ്റി. റൈറ്റ് ടു ബി ഇൻഫോർഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ക്വാണ്ടിറ്റി എക്സ്പയറി ഡേറ്റ് എല്ലാം തന്നെ നമ്മൾ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ലേബലിംഗ് പഠിച്ചില്ലേ, അതാണ് എന്ത് റൈറ്റ് ടു ബി ഇൻഫോർഡ് എന്നൊക്കെ പറയുന്നത്. ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. അടുത്ത റൈറ്റ് ടു സീക്ക് റിട്രസൽ, അതായത് ഇൻ കേസ് അതന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള എന്തുണ്ടായിരിക്കണം, ഒരു റിട്രസൽ ഏജൻസീസ് ഉണ്ടായിരിക്കണം അല്ലെ. എന്നുള്ളത് അവരെ അറിയിക്കണം അല്ലെ, എന്നുള്ളത് അവർക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അടുത്താണ് റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു ഫയൽ എ കംപ്ലൈന്റ്. റൈറ്റ് ടു ചൂസ് ഉണ്ട് സാറേ. റൈറ്റ് ടു ചൂസ് ഉണ്ടല്ലോ, മറ്റേത് കഴിഞ്ഞു. ഇല്ല അതാ പ്രത്യേകം. റൈറ്റ് ടു ചൂസ് ആണ് മക്കളെ. ഫ്രീഡം ടു ചൂസ് ഫ്രം എ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് അറ്റ് കോമ്പറ്റീവ് പ്രൈസസ് അല്ലെ. നമുക്ക് അറിയാം സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് കൺസ്യൂമർ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, കൺസ്യൂമറിനുണ്ട്. അടുത്തെന്താ റൈറ്റ് ടു ബി ഹേർഡ്. റൈറ്റ് ടു ബി ഹേർഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കൃത്യമായിട്ട് അതോറിറ്റി ഏതാണോ അത് കൃത്യമായിട്ട് കേൾക്കണം. അതാണ് റൈറ്റ് ടു ബി ഹിയർഡ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, അഞ്ചാമത്തെ റൈറ്റ് ടു ബി സീക്രട്ട് ഡ്രസ് ഓൾറെഡി പറഞ്ഞു നമ്മള്. കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഈ ലോകളെ കുറിച്ചും ഈ നിയമങ്ങളെ കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൺസ്യൂമർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അതിനുള്ള അധികാരം കൺസ്യൂമറിനുണ്ട്. അപ്പൊ ഒരു 6 റൈറ്റ് ഉണ്ട് മക്കളെ, നന്നായി പഠിക്കുക. 5 ഉറപ്പായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്താണ് കൺസ്യൂമറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. കൺസ്യൂമറിനാകുമ്പോൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി, ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങനത്തെ ഗുഡ്സ് മേടിക്കുക, സ്റ്റാൻഡേർഡ് ഗുഡ്സ് മേടിക്കുക, ചീപ്പ് അല്ലാത്ത ഗുഡ്സ് മേടിക്കുക. അതുപോലെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് അറ്റ്ലീസ്റ്റ് ആ ഡേറ്റിംഗിൽ വായിച്ചു നോക്കാം അല്ലെ, എന്നാണ് ഈ ഗുഡ്സ് ഉണ്ടാക്കിയത് അതൊക്കെ വായിച്ചു നോക്കാം. പിന്നെ അതുപോലെ പ്രൈസ് വായിച്ചു നോക്കാം, അതിന്റെ മാനുഫാക്ചറിങ് അതൊക്കെ വായിച്ചു നോക്കാം. പിന്നെ അതുപോലെ ഓരോ പർച്ചേസിന് എന്ത് മേടിക്കുക, ക്യാഷ് മെമ്മോ, റെസീറ്റ് മേടിക്കുക. റെസീറ്റ് മേടിക്കാണ്ട് പോയ എന്താണ്, ഒരു തെളിവില്ലല്ലോ സാറേ. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വന്നാൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ എന്നെനിക്കും പറയാറുണ്ട്, ഒരു സിനിമ കണ്ടില്ല മക്കളെ നിങ്ങൾ പോയി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് ഈ കൺസ്യൂമർ റൈറ്റും, 2 റിട്രസൽ ഏജൻസി. ഇത് വളരെ ഇമ്പോർട്ടന്റ്, രണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് കൺസ്യൂമർ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ടാമത് റിട്രസൽ ഏജൻസി ആണ്. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ ആ ഏതാണ് കൺസ്യൂമർ റൈറ്റ്സ്, അത് പറഞ്ഞു. റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് റിട്രസൽ ഏജൻസീസ് ഏതൊക്കെയാണ് ചോദിച്ചത്. കൺസ്യൂമേഴ്സിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഫോറുണ്ട്, പിന്നെ നാഷണൽ കമ്മീഷൻ ഉണ്ട്, ടോപ്പിൽ വരുന്നത് സുപ്രീം കോർട്ട്. അതൊന്നും ഒന്ന് പഠിച്ചു വെക്കാറ്. സുപ്രീം കോർട്ടാണ് വരയ്ക്കുമ്പോൾ ലാസ്റ്റ് സുപ്രീം കോർട്ട് കൂടെ വരച്ചോളൂ ഇവിടെ കേട്ടോ. നാഷണൽ കമ്മീഷനിൽ പോയിട്ട് നമുക്ക് നടന്നില്ലെങ്കിൽ എവിടെ സമീപിക്കാം, സുപ്രീം കോടതിയിൽ പോകണം. അവിടെ പോയി നടന്നെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും. ഡിസ്ട്രിക്ട് ഫോറം ആർക്കുള്ളതാണ്, അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഫോറം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നവരാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ് തന്നെയാണ് അല്ലെ. നാഷണൽ മാത്രം പഠിച്ചാൽ മതി. സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഡിസ്ട്രിക്ട് ഫോറത്തില് ഒരു പ്രസിഡന്റും 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സെയിം തന്നെയാണ് സ്റ്റേറ്റിലും. പക്ഷെ നാഷണൽ ആണെങ്കിലും ഒരു പ്രസിഡന്റും 4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് 20 ലക്ഷം രൂപ വരെയുള്ള കോമ്പൻസേഷൻ, 20 ലക്ഷം രൂപ വരെയുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ എവിടെയാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോകണം. അപ്പൊ 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 20 ലക്ഷത്തിനും 1 കോടി വരെ കോമ്പൻസേഷന് വേണ്ടി നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കമ്മീഷനിലാണ്. 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നാഷണൽ കമ്മീഷൻ. അവിടെ പോയിട്ട് നടന്നില്ലെങ്കിൽ സുപ്രീം കോടതി പറയുന്നുണ്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് എവിടെ അപ്പീൽ ചെയ്യാം. ഡിസ്ട്രിക്ട് ഫോറത്തിൽ നമുക്ക് എവിടേക്ക് പോകാം, സ്റ്റേറ്റ് കമ്മീഷനിൽ പോകാം. സ്റ്റേറ്റ് കമ്മീഷനിൽ നിന്നാണെങ്കിലോ നാഷണൽ കമ്മീഷനിലേക്ക് പോകാം. നാഷണൽ കമ്മീഷനിലാണെങ്കിലോ സുപ്രീം കോടതിക്ക് പോകാം. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഈ കറക്റ്റ് കോമ്പൻസേഷന്റെ എമൗണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. up to 20 lakhs 20 to 1 crore more than 1 crore. ഇത് ചിലപ്പോൾ ചോദിച്ചാലും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയുന്നത് ഇതൊക്കെ വരച്ച് ചെയ്താൽ അതുപോലെ കാണിച്ചു വെക്കുക. നമ്മുടെ ഈ പറഞ്ഞ ഫോറത്തിലെ ഏറ്റവും അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ആണ്. ക്ലിയർ ആണല്ലോ? 1 വേർഡ് ചോദിക്കുക, പുറത്ത് വെക്കുക. അപ്പെക്സ് അതോറിറ്റി ഏതാണ് മക്കളുടെ ഏജൻസിയുടെ? നാഷണൽ കമ്മീഷൻ ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് ആണ് റിലീഫ് അവൈലബിൾ ടു കൺസ്യൂമർ. കൺസ്യൂമറിന് ഉള്ള റെമഡീസ് ആണ്. ഇവിടെയൊക്കെ പോയതിനു ശേഷം അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡിഫക്ട് ആയിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കും അല്ലെ. അതുപോലെ തന്നെ അവരുടെ പ്രൈസ്, അവർ കൊടുത്ത പ്രൈസിന് സാധനം വാങ്ങാൻ കൊടുത്ത പ്രൈസ്, ആ പ്രൈസ് എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ റീസണബിൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ, നമ്മുടെ ക്ലെയിം എത്രയാണോ അതിന്റെ കോമ്പൻസേഷൻ നമുക്ക് കൃത്യമായിട്ട് കോമ്പൻസേഷൻ സെറ്റിൽ ചെയ്യും. ഇതൊക്കെയാണ് കൺസ്യൂമറിനുള്ള റെമഡീസ്. അവര് കംപ്ലൈന്റ് ചെയ്തതിന് നമ്മൾ എടുക്കുന്ന റെമഡീസ് അതൊക്കെയാണ്. ഇത്രയും ചാപ്റ്ററിൽ പഠിക്കാനുള്ള സിമ്പിൾ ആണ് മക്കളെ. ഇതിൽ 2 ടോപ്പിക് വളരെ നന്നായിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണെങ്കിൽ കാണിച്ചു എല്ലാവരും.
fill in the blanks as per hint given. Ah. The Prevention of Food Adulteration Act 1954 ആണെങ്കിൽ Consumer Protection Act എത്രയാ മക്കളെ? ശ്രദ്ധിച്ചു നോക്കാം. Consumer Protection Act 1983 ആണോ? അല്ല. അത് 80 എത്രയാണ്? 80 എത്ര കാണിക്ക് സ്ക്രീനിൽ കാണിക്ക്? 1986. ആരാ പറഞ്ഞു സാറേ? അഭിനന്ദ് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. എല്ലാവർക്കും അറിയാം. പറയാതെ ഇരിക്കട്ടെ. 1986 ആണ് കേട്ടോ. 1986 സിനിമയില് സാറേ അതല്ലേ 1983 ആണോ സിനിമ ഉള്ളത്? അത് ഞാൻ പറയാം 83 അല്ലാന്ന്. ആ ഓക്കെ ഓക്കെ ശരി. അവര് ഓർത്ത് 83 ആണെന്ന് ഓർത്തു. 3 കൂട്ടാട്ടപ്പ അതിന്റെ കൂടെ. 83 3 കൂട്ടി 1986 ട്ടോ. അടുത്ത dash is apex authority to seek redressal for a consumer in India under Consumer Protection Act. Consumer Protection Act പ്രകാരം സീക്ക് റിഡ്രസലിലെ ഏറ്റവും അപ്പെക്സ് അതോറിറ്റി ഏതാണ്? സായി കൃഷ്ണ, അപ്പെക്സ് അതോറിറ്റി ഏതാണോ? നാഷണൽ കമ്മീഷൻ ആണോ? ഡിസ്ട്രിക്ട് കോർട്ട് ആണോ? സ്റ്റേറ്റ് കമ്മീഷൻ ആണോ? ഹൈക്കോർട്ട് ആണോ മോനെ? അപ്പെക്സ് അതോറിറ്റി സുപ്രീം കോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയത് ഏതാ മോനെ? അപ്പെക്സ് അതോറിറ്റി ഏതാടാ? അറിഞ്ഞില്ലെങ്കിൽ അറിയില്ലെന്ന് പറയും. ഞങ്ങൾ പഠിപ്പിക്കുന്ന അടുത്താണ് സൂര്യദേവൻ. വിളിച്ചാലേ ഏതാടാ? നാഷണൽ കമ്മീഷൻ. മക്കളെ അപ്പെക്സ് എപ്പോഴും നാഷണൽ കമ്മീഷൻ തന്നെയാണ്. കുഴപ്പിക്കാൻ വേണ്ടി വേറെ നാഷണൽ കമ്മീഷൻ എഴുതി വെക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാല്ലേ? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്. ഒരുപാട് പ്രാവശ്യം പഠിച്ചേക്കുന്നു. 6 മാർക്കിന്റെ ഒരു ചാപ്റ്റർ ആണ്. ആദ്യം മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കാം. മാനേജ്മെന്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. ആരെ ഇതിന് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. മേരി പാർക്കർ ഫോളറ്റിന്റെ പാർക്കറിന്റെ പാർക്കറിന്റെ പേര് മേരി ചേച്ചി എഴുതിയ മാനേജ്മെന്റ് ഡെഫിനിഷൻ അങ്ങനെ പഠിച്ചു. മേരി പാർക്കർ ഫോളറ്റ് കേട്ടോ, പുള്ളിക്കാരി എഴുതിയ ഒരു ഡെഫിനിഷൻ ആണ്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാം അല്ലെ, ജോലി ചെയ്യാനാണ് മാനേജ്മെന്റ്. മക്കൾ ഇത് എല്ലായിടത്തും ഇതാട്ടോ. മാനേജ്മെന്റ് പുസ്തകത്തിൽ അറിയിക്കാൻ വേണ്ടി അടുത്തേക്ക് പോവാം. മാനേജ്മെന്റ് 3 ആസ്പെക്ട്സുകൾ ഏതൊക്കെയാണ്? പ്രോസസ് ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. അതിൽ പ്രോസസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫംഗ്ഷൻസ് തന്നെയാണ്. അതന്നെ എഫക്റ്റീവ്നെസ് എഫിഷ്യൻസി വൺ വേർഡ് വരും, മാറിപ്പോകരുത്. എഫക്റ്റീവ്നെസ് എന്താണെന്ന് സാർ പറഞ്ഞോളൂ. ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് അച്ചീവിംഗ് ദ ഗോൾസ് ഓൺ ടൈം അല്ലേ? കൃത്യമായിട്ടുള്ള സമയത്ത് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ടാസ്ക് എടുക്കുന്ന രീതിയാണ് എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി ആണെങ്കിൽ ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. അവിടുത്തെ മിനിമം കോസ്റ്റ് അതാണ് അവിടുത്തെ പെയിൻ പോയിന്റ്. കോസ്റ്റ് കുറച്ചാൽ എന്താണ്? അത് എഫിഷ്യൻസി ആണ്. കോസ്റ്റിനെ കുറിച്ച് മിണ്ടിയില്ലെങ്കിലോ അത് എഫക്റ്റീവ്നെസ് ആണ്. ഇത് നിങ്ങൾ ഷുവർ ആയിട്ട് ഒരു 4 പഠിച്ചാൽ 5 ചാപ്റ്ററിൽ എഴുതി വെക്കാം അല്ലേ സാർ? പ്ലാനിംഗ് ചോദിച്ചാലും ഓർഗനൈസിംഗ് ചോദിച്ചാലും സ്റ്റാഫിംഗ് ചോദിച്ചാലും ഡയറക്ടിംഗ് ചോദിച്ചാലും കൺട്രോളിംഗ് ചോദിച്ചാലും ഒക്കെ എഴുതാട്ടോ. കാരണം മാനേജ്മെന്റ് കോർഡിനേഷനിലും എഴുതാം. അപ്പൊ ഗോൾ ഓറിയന്റഡ് ആണ്, എല്ലാ മേഖലയും പഠിച്ചെടുക്കാം, കണ്ടിന്യൂസ് ഓൺഗോയിങ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഇൻടാഞ്ചിബിൾ കാണാൻ പറ്റും. മകളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സാമ്പിൾ എന്നത് ഏത് ഫീച്ചർ ആണ് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ കണ്ടിന്യൂസ് പ്രോസസ്, അതായത് മാനേജ്മെന്റ് ഒരു സ്റ്റെപ്പിലൂടെ അവസാനിക്കുന്നില്ല, അത് തുടർന്ന് പോകുന്നു. ഇത് മാനേജ്മെന്റ് ഏത് ഫീച്ചർ ആണ് അല്ലെങ്കിൽ ചോദിച്ചൂടെ? അപ്പൊ അത് കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വെറുതെ പോയിട്ട് പഠിച്ചാൽ പോലെ അതിന്റെ മീനിങ് വെക്കാം കേട്ടോ. അപ്പൊ ഒരു പറയണ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഒരു പർട്ടിക്കുലർ ലെവലിൽ മാത്രമല്ല, അത് എല്ലാ മേഖലയിലും നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന മാനേജ്മെന്റ് ഏത് പ്രിൻസിപ്പിൾ ആണ്, ഏത് ഫീച്ചർ ആണ്? അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. മാനേജ്മെന്റിന് മെയിൻ ആയിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന്റെ 3 ഒബ്ജക്റ്റീവ്സ് അഗെയിൻ ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പ്രോഫിറ്റ്, ഗ്രോത്ത്. അത് മൾട്ടി ഡയമെൻഷണൽ മാനേജ്മെന്റിന്റെ ഫീച്ചർ ആണത്. മാനേജ്മെന്റ് ഓൾറെഡി ഹ്യൂമൻ ബീങ്സിന് മാനേജ് ചെയ്യുന്നുണ്ട്, അവിടെ ഓപ്പറേഷൻസിന് മാനേജ് ചെയ്യുന്നത്. മൾട്ടി ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൾട്ടി ഡയമെൻഷൻ. ഡൗട്ട് അതായത് ഒന്നിൽ കൂടുതൽ മേഖലകളിൽ നമ്മൾ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നു. മാനേജ്മെന്റിന്റെ ഏത് ഫീച്ചർ ആണ്? മൾട്ടി ഡയമെൻഷൻ. കിട്ടിയില്ലേ?
ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഒന്ന് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, സോഷ്യൽ Social objective, ഒബ്ജക്റ്റീവ്, personal ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷനിൽ മൂന്നെണ്ണം പഠിക്കണം. ഏതൊക്കെയാണ് ടീച്ചറെ? സർവൈവൽ ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ സോഷ്യൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സൊസൈറ്റി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, Employment എംപ്ലോയ്മെന്റ് opportunity ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, കൊടുക്കുക, നല്ല quality പ്രൊഡക്റ്റ് കൊടുക്കുക അല്ലെ, സൊസൈറ്റി Personal objective പറഞ്ഞാൽ അവിടെ എംപ്ലോയീസിന് correct നല്ല ആയിട്ട് സാലറി salary കൊടുക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻ, കൊടുക്കുക. ട്രെയിനിങ് കൊടുക്കുക, Training. അറ്റ്മോസ്ഫിയർ കൊടുക്കാമല്ലോ. മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകാൻ പറ്റും? നമുക്ക് ഗോളുകൾ അറ്റൈൻ ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി കൂടും, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും. നേച്ചർ ഓഫ് മാനേജ്മെന്റ്. ഇതിനൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് കേട്ടോ സാറെ കാണിച്ചോ. 3 നേച്ചർ ആണുള്ളത്. അതിൽ ആർട്ടും സയൻസും നന്നായിട്ട് നോക്കുക. വളരെ important ആണ്. നോക്കണം. പക്ഷെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് വൈ എന്ന് ചോദിക്കാം. മാനേജ്മെന്റ് ഒരു ആർട്ടാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഫീച്ചർ ആണ് എഴുതുന്നത് അല്ലെ. മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആർട്ട് ആവാനുള്ള കാരണം? ഒരു എക്സിസ്റ്റൻസുള്ള എല്ലാ ഫീച്ചറും മാനേജ്മെന്റിനുണ്ട്. ആർട്ടിനുള്ള സവിശേഷത എന്തൊക്കെയാ? എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കും, അതുപോലെ പേഴ്സണൽ ആപ്ലിക്കേഷൻ ആണ്, പിന്നെ എന്താണ് ക്രിയേറ്റിവിറ്റിയും പ്രാക്ടീസും ഉണ്ടായിരിക്കും. മാത്രമേ നമുക്ക് ആർട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. മാനേജ്മെന്റും അതുകൊണ്ട് അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്താന്ന് പറയാം? ഒരു ആർട്ടാണെന്ന് പറയാം. ഇനി മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്. എന്തുകൊണ്ട് സയൻസ് എന്ന് പറയാനുള്ള കാരണം? പക്ഷെ ഒരു കേസ് ഉണ്ട്, പ്യുവർ സയൻസ് അല്ല. അതിന്റെ കേസ് അപ്പൊ സയൻസ് പറയാനുള്ള കാരണം എന്തുകൊണ്ടാ? സയൻസിലുള്ള എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെന്റിൽ ഉണ്ടോന്ന് നോക്കാം. എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, അതുപോലെ പ്രിൻസിപ്പൽ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആണ്. പക്ഷെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് എന്താണ്? മാനേജ്മെന്റ് പ്യുവർ സയൻസ് അല്ല. അവിടെയും എന്താണ്? മാനേജ്മെന്റ് കറക്റ്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഫസ്റ്റത്തെ ഫീച്ചർ മാത്രമേ അവിടെ ഉള്ളൂ. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് അവിടെ ഇല്ല, പ്രൊഫഷണൽ അസോസിയേഷൻ നിർബന്ധമില്ല, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഇല്ല. പിന്നെ പ്രൊഫഷൻ ആകുമ്പോൾ എന്തുണ്ടാകും? സർവീസ് മോട്ടീവ്. മാനേജ്മെന്റ് മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് രണ്ടും ഓർത്ത് വെച്ചേക്കാം മക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. അരുൺ എന്ന് പറയുന്നത് ഒരു മാനേജിംഗ് ഡയറക്ടർ ആണ് അല്ലെ. മാനേജിംഗ് ഡയറക്ടർ ആണ് അരുൺ. പുള്ളിക്കാരന്റെ ഫംഗ്ഷൻസ് രണ്ടെണ്ണം എഴുതാനായിട്ട്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ വരും? അപ്പൊ അതിനുവേണ്ടി എന്തറിയണം? ഏതൊക്കെ ലെവലിൽ ആരൊക്കെ ഉണ്ടെന്ന് ആദ്യം അറിയണം. എന്തിനാ അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കണം. അപ്പൊ ടോപ്പ് ലെവൽ ആരൊക്കെ വരും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ജനറൽ മാനേജർ, ജനറൽ മാനേജർ, ഷെയർ ഹോൾഡറും അതിനകത്ത് വരുന്നത് കേട്ടോ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മിഡിൽ ലെവൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ല, ഡിവിഷണൽ സ്ട്രക്ചർ പഠിച്ചില്ല, ഫംഗ്ഷണൽ സ്ട്രക്ചർ. ഓരോ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആരൊക്കെയാ? പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻഷ്യൽ മാനേജർ, പർച്ചേസ് മാനേജർ. അങ്ങനെ ഓരോ സെക്ഷനിലും ഉള്ള മാനേജർ ആണ് മിഡിൽ മാനേജർ. അത് ചിലപ്പോൾ സെക്ഷണൽ മാനേജറിനോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് എന്ന് ചോദിക്കാം. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഹെഡ് ചെയ്ത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അതിന് താഴെ വരുന്ന ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. സൂപ്പർവൈസറി എന്ന് പറയാം, ഓപ്പറേഷൻ ലെവൽ എന്ന് പറയാം കേട്ടോ. അപ്പൊ അതിൽ വരുന്നതാണ് സൂപ്പർവൈസേഴ്സ്, സൂപ്രണ്ടന്റ്, ഫോർമാൻസ്, അക്കൗണ്ടന്റ് ഓഫീസേഴ്സ്. ഇവരൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെന്റ് വരിക. ഇതിന് താഴെയാണ് ആര് വരിക? വർക്കേഴ്സ് വരാം. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഏതെങ്കിലും ഒരു 3 ഫംഗ്ഷനിൽ പഠിച്ചിരിക്കുന്നത്. മിനിമം 3 പഠിക്കും. ഫസ്റ്റ് എന്താണ്? ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ട് ഇത് പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്തത് ആരാണ്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ, പോളിസി ആയിക്കോട്ടെ. അതുപോലെ പോളിസി ഉണ്ടാക്കും. പിന്നെ ആര് നിയമിക്കും? ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് നിയമിക്കുന്നത് ഇവരാണ്. ചൂടായിട്ട് ചന്ദ്രത്തിരി കത്തിച്ചേക്കണം. ചന്ദ്രത്തിരി കത്തിച്ചേക്കണം. ചന്ദ്രത്തിരിയാണ് സാറേ അല്ലേ? ചന്ദ്രത്തിരി കത്തിച്ച് വെച്ചേക്കുന്നതാണോ ചൂട് ചായ? അപ്പൊ ലോങ് ടേം ഒബ്ജക്റ്റീവ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളെ അപ്പോയിന്റ് ചെയ്തൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യാം അല്ലെ. അടുത്ത നമുക്ക് ഏത് ലെവലിലേക്ക് പോകാം? പിന്നെ നെക്സ്റ്റ് നമുക്ക് മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് പോകാം. നമുക്ക് ടോപ്പ് ലെവൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ലോവർ ലെവലിൽ എന്ത് കൊടുക്കണം? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. പിന്നെ ലിങ്ക് ആണ് ടോപ്പിന്റെ ലോവറിന്റെയും ആരാണ്? നമ്മുടെ മിഡിൽ ലെവലാണ്. ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻസ് കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അടുത്ത ലാസ്റ്റ് ലെവൽ ആണ്. ഇത് സിമ്പിൾ ആണ്. ലോവർ 3 പേര് പഠിച്ചു വെക്കുക. ഫസ്റ്റ് എന്താണ്? എംപ്ലോയ്മെന്റ് ബന്ധപ്പെട്ട എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ഇവരാണ് അല്ലെ. അപ്പൊ വർക്കേഴ്സിന്റെ ഗ്രീവ്നെസ്, പരാതികൾ അവർ നോക്കും. അതുപോലെ വർക്കേഴ്സിന് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കും, സേഫ്റ്റി കൊടുക്കും, നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ വേസ്റ്റേജ് കുറക്കും അല്ലെ.
അടുത്ത ടോപ്പിക് ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇത് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. Chapter wise. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്. 5 ഫംഗ്ഷൻസ് ഉള്ളൂ. പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കോർഡിനേഷൻ ഫംഗ്ഷൻസിൽ എഴുതി വെക്കരുത്. കോർഡിനേഷൻ എവിടെ ഇല്ല? മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി വേണമെങ്കിൽ ചോദിക്കാം പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. ആൻസർ ചെയ്താണ് തന്നെയാണ് മക്കളെ. പ്രോസസ്സും ഫംഗ്ഷൻസും സെയിം ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ചിലപ്പോൾ ഇത് പോസ്റ്റ് ഡിസി ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ട്. അതെ. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. യെസ്. അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ചോദിക്കാം. അടുത്ത നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓൾറെഡി പറഞ്ഞു. ഓരോന്നും പറഞ്ഞാണ് ചാപ്റ്റർ വൈസ് പഠിക്കുന്നുണ്ടല്ലോ. നെക്സ്റ്റ് അടുത്തത് കോർഡിനേഷൻ. എസൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? ഈ പ്രാവശ്യം പേര് ചോദിച്ചില്ലേ? എന്താണ് എസൻസ്? കോർഡിനേഷൻ ആണ്. കോർഡിനേഷനിലേക്ക് മാനേജ്മെന്റ് ഇല്ലല്ലേ? ഇല്ല. കോർഡിനേഷൻ സംയോജിപ്പിക്കുക അല്ലേ? ഏകോപനാണ്. എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഇസ് എ പ്രോസസ് ഓഫ് സിങ്ക്രണൈസേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മുടെ ഓർഗനൈസേഷനിലെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അത്രയും ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഏകോപിപ്പിച്ചിട്ട് ഓർഗനൈസേഷന്റെ ഗോളുകൾ അറ്റൈൻ ചെയ്യണം. അതാണ് കോർഡിനേഷൻ, ഏകോപനം. ഇതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫീച്ചേഴ്സ് എന്താ? ഗ്രൂപ്പ് എഫേർട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, സംയോജിപ്പിക്കുന്നു. യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒരുപോലെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ കണ്ടിന്യൂസ് ഓൾറെഡി പറഞ്ഞു. പെർവാസീവ് നമുക്കറിയാം. പിന്നെ കോർഡിനേഷൻ എന്താണ്? മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും? അത് ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. മാനേജ്മെന്റ് എടുക്കുന്ന ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ എന്താണ്? ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോമ, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ്. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? ഫസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂടും. മറ്റുള്ള ഫംഗ്ഷൻസ് എന്താണ്? അടിപൊളിയായിട്ട് നടക്കും. അതുപോലെ എന്താണ്? യൂണിറ്റി ഡൈവേഴ്സിറ്റി ഉണ്ടാകും. പിന്നെ എന്താണ്? സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ഗോൾസ് നമുക്ക് പെട്ടെന്ന് ഒരുമിപ്പിക്കാൻ പറ്റും. അപ്പൊ കീ ടു അതർ ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ ആണ്. എല്ലാ ഫംഗ്ഷനിൽ താക്കോൽ എന്താണ്? കോർഡിനേഷൻ ആണ്. മറ്റുള്ള ഫംഗ്ഷൻസ് ഡൈവേഴ്സിറ്റി യൂണിറ്റി കൊടുത്തത് കോർഡിനേഷൻ ആണ്. നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ശ്രദ്ധിച്ചവർക്ക് മാത്രമേ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. പോളിസി ഫോർമുലേഷൻ. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരുടെ ധർമ്മമാണ്? പോളിസി ഫോർമുലേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണോ? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണോ? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണോ? ഓൾ ഓഫ് ദീസ് ആണോ? ആരെ വിളിക്കാം? സിജ, ഏതാണ് ആൻസർ? പോളിസി, നയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ആരാടാ? പോളിസി, പ്ലാൻസ് അല്ലേ? പ്ലാൻസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാ? മെജി സാറാണ്. കേൾക്കുന്നില്ല? ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീജിത്ത് വിളിച്ചാണ് സാറേ. ശ്രീജിത്ത് ഏതാണ് ആൻസർ? ശ്രീജിത്തെ, ആരാ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നേ? പറ്റുന്നുണ്ട്, പറഞ്ഞോടാ. അവന് പറ്റുന്നില്ല. ആ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞ നീയ മക്കളെ പോളിസി ഉണ്ടാക്കുന്നതും അതുപോലെ എന്താണ് സ്ട്രാറ്റജി പ്ലാൻസ് ഉണ്ടാക്കുന്നതൊക്കെ ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് synchronizes. By which a manager synchronizes the activities of different departments is known as controlling, directing, centralization and coordination. ഏതാണ് ആൻസർ വരിക? ലക്ഷ്മി, ഏതാണ് ആൻസർ? വേർഡ്സ് നോട്ട് വെക്കുക. സിങ്ക്രണൈസേഷൻ, ഹാർമണൈസേഷൻ, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്റഗ്രേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ എന്താണ്? അത് കോർഡിനേഷൻ ആണ് കേട്ടോ. അടുത്ത മക്കളെ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സസ് അല്ലെ? മിനിമം റിസോഴ്സസ് അല്ലെ? മിനിമം റിസോഴ്സിലൂടെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാണ്. അതേതാണ്? എഫിഷ്യൻസി ആണോ? എഫക്റ്റീവ്നെസ് ആണോ? ഗോൾ സെറ്റിംഗ് ആണോ? ഓൾ ഓഫ് ദീസ് ആണോ? ഏതാണ് ആൻസർ? അമ്മനോട് മിണ്ടടിക്ക് ഞാൻ പറയാം. ഷാർലറ്റ് ആൻസർ പറ. ചായക്ക് ഓർഡർ കൊടുക്കുകയാണ്. ഇപ്പൊ ബ്രേക്ക് വരും, ചായ എടുത്തോളാം. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സ്. മിനിമം റിസോഴ്സുകളിൽ ഗോൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിന് എഫിഷ്യൻസി ആണോ? എഫക്റ്റീവ്നെസ് ആണോ? ഗോൾ സെറ്റിംഗ് ആണോ? പറയാ എഫക്റ്റീവ്നെസ് ആണോ? നമ്മുടെ ഷാർലറ്റ് പറയുന്നതാണ്. കഴിച്ചു കാണിച്ച മക്കളെ
പടി വീഡിയോ എടുക്കണ്ടോ? അതേപോലെ ഹസീനെ അയച്ചിട്ടുണ്ട്. എവിടെ ഹസീനെ? ഹസീനെ കൊടുക്കണം. അപ്പൊ ഇതെടുത്തു സാറ് പിടിച്ചോ. മിനിമം കോസ്റ്റ് കിട്ടൂല. എന്താണെന്ന് ട്രിക്ക് എടുത്തല്ലേ സാർ വിളിക്കാൻ വേണ്ടി മാറ്റി പറഞ്ഞ സാറ് വിളിക്കുന്നല്ല. ബുദ്ധി മതി ആണെങ്കിൽ കൈവീശതാ. ഓ സമാധാനം. മിനിമം കണ്ടാ മക്കളെ അത് ഏതാണ് ഒരു കാര്യം ആദ്യമേ പറയാം മക്കളെ. എക്സാമിന് നന്നായി ക്വസ്റ്റ്യൻ പേപ്പർ പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക മക്കളെ. നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത് ടിക്കറ്റ് വെക്കുക. കറക്റ്റ് ആയിട്ട് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ടിക്കറ്റ് വെക്കുക. എന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്ത് ഓരോ സെക്ഷനിലും 5 എഴുതിയാൽ മതി, 6 എഴുതിയാൽ മതി എന്നൊക്കെ പറയില്ലേ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ലാസ്റ്റ് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എല്ലാ സെക്ഷനിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ആദ്യമേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്ത് വരരുത്. എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് ആദ്യം തൊട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും, അവസാനം 8 മാർക്ക് ചെയ്താൽ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കാണാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സാരോട് എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് വരുന്നത്. ത്രീയിലേക്ക് പോവാം നമുക്ക്. യെസ്, ഇവിടെയും എന്താണ് വെയിറ്റേജ് 4 മാർക്ക് ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പോർഷൻസ് ഉണ്ട്, അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബിസിനസ് എൻവയോൺമെന്റ് ആണ് ആദ്യം. ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്ന് ആദ്യം പഠിക്കാം. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്? ബിസിനസിന്റെ ചുറ്റുപാടുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും ഫോഴ്സസ്, ബിസിനസിന്റെ എന്താണ് കൺട്രോളിന് പുറത്തുള്ള അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ എഫക്ട് ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാം. അടുത്താണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഫീച്ചേഴ്സ് ബിസിനസ് എൻവയോൺമെന്റ് സവിശേഷതകളൊക്കെ എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് എന്ത് പറയണം, ഫസ്റ്റ് അതിൽ എന്തുണ്ട്, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്. ബിസിനസിന് പുറത്തുള്ള കുറെ ഫോഴ്സസ് ഉണ്ട്. പിന്നെ ജനറൽ ഫോഴ്സസ് ഉണ്ട്, സ്പെസിഫിക്. അപ്പൊ നിങ്ങൾ അതിൽ ജനറൽ എന്താണ് സ്പെസിഫിക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം 1 വേർഡ് ചോദിക്കും. സ്പെസിഫിക് ഫോഴ്സസ് വെച്ചാൽ എന്താണ്, നമ്മുടെ ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ്, ഇവരുടെയൊക്കെ പ്രവർത്തനം എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസിനെ സ്പെസിഫിക് ആയിട്ട് എഫക്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയാ, സ്പെസിഫിക് ഫോഴ്സസ്. ജനറൽ ഫോഴ്സസ് ഒക്കെ പഠിക്കാൻ ഡീപ്പ് ആയിട്ട് സോഷ്യൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സ്പെസിഫിക് ഡയറക്റ്റ് എഫക്ട് ചെയ്യും, ജനറൽ ആണെങ്കിലോ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യും. ഇനി ബിസിനസിന്റെ അടുത്ത ഫീച്ചർ ഫീച്ചർ എന്താണ്, ഇന്റർ റിലേറ്റഡ്. അതായത് ബിസിനസിന്റെ ഓരോ എൻവയോൺമെന്റും പരസ്പരം എന്താണ്, ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. യെസ്, എന്താണ് വെയിറ്റേജ് 4 മാർക്കാണ്. യെസ്, ഡൈനാമിക് നേച്ചർ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ് നമുക്ക് അറിയാലോ, ചേഞ്ചിങ് ആണ്, മാറിക്കൊണ്ടിരിക്കും. യെസ്, ഓക്കെ. നെക്സ്റ്റ് അടുത്തത് അൺസർട്ടനിറ്റി. അതായത് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. യെസ്, നെക്സ്റ്റ് അടുത്തത് ഫ്യൂച്ചറിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ വരാം, വ്യത്യാസങ്ങൾ വരാം. വളരെ കോംപ്ലക്സ് ആണ്. പറഞ്ഞു ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അത് കോംപ്ലക്സിറ്റി വേണമെങ്കിൽ പറയാം അല്ലെ. പിന്നെന്താ, പിന്നെ ബിസിനസിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഓരോ കൺട്രി ടു കൺട്രി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നമ്മുടെ രാജ്യത്തെ പോലത്തെ ആയിരിക്കില്ല അടുത്ത രാജ്യങ്ങളിൽ അല്ലെ. അപ്പൊ രാജ്യങ്ങളനുസരിച്ച് എന്താണ് അവരുടെ എൻവയോൺമെന്റ് മാറിക്കൊണ്ടിരിക്കും. അതിനാണ് റിലേറ്റിവിറ്റി. നെക്സ്റ്റ് ബിസിനസ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്തറിയാൻ പറ്റും, ബിസിനസിന്റെ പുതിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും അല്ലെ. പുതിയ ഓപ്പർച്യൂണിറ്റി അറിയാൻ പറ്റും. അതുപോലെ ബിസിനസ്സിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, ത്രെറ്റ്സും അതിന്റെ ഏർലി സൈൻസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് റിസോഴ്സസ് ഒക്കെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചേഞ്ചസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ പോളിസിയും അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മൊത്തം നമ്മുടെ ബിസിനസിന്റെ എൻവയോൺമെന്റിന്റെ പെർഫോമൻസ് ഒക്കെ എന്താണ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും. ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ വരുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പഠിച്ചിട്ട് പോകണം ബിസിനസിന്റെ ഡയമെൻഷൻസ്. ബ്രീഫ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാധനം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ് ചോദിക്കുക. കമ്പോണൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് ശ്രദ്ധിക്കുക മക്കളെ. ബിസിനസ് എൻവയോൺമെന്റിന്റെ ഡയമെൻഷൻസ് ആയിട്ട് ചോദിക്കുക, എലമെന്റ്സ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ഫോഴ്സസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്, അപ്പൊ എക്കണോമിക് എൻവയോൺമെന്റ് ഉണ്ട്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്, ലീഗൽ എൻവയോൺമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡയമെൻഷൻസ് ചോദിച്ചാൽ ഇതുപോലെ ചാർട്ടൊക്കെ വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കുറച്ച് ആൻസർ ലെങ്തി ആക്കാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം എക്കണോമിക് എൻവയോൺമെന്റ് നോക്കിയാലോ. ഫസ്റ്റ് എൻവയോൺമെന്റ് ആണ് എക്കണോമിക്. എക്കണോമിക് സാർ എക്കണോമിക്സിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവിടത്തേക്കും. എക്കണോമിക്സ് എൻവയോൺമെന്റ്, ഡിസ്പോസബിൾ ഇൻകം, മാർക്കറ്റ് ഇൻഡീസസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരു സ്ഥാപനത്തിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ്.
അപ്പൊ ഇതൊക്കെ എല്ലാവരും ഉൾപ്പെടുന്ന എൻവയോൺമെന്റ് ആണ് എക്കണോമിക് എൻവയോൺമെന്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കമ്പോണൻസ് ചോദിക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം, വരച്ചു വെക്കുക ഏതായിരിക്കും എക്കണോമിക് എൻവയോൺമെന്റ് കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് എന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡിസസ് എന്നോ ചിലപ്പോൾ ലിബറലൈസേഷൻ ചോദിക്കാം, ഗ്ലോബലൈസേഷൻ ചോദിക്കാം, എക്സ്പോർട്ട് ഇമ്പോർട്ട്. രജിസാറിന് കൊടുക്കാം, അപ്പൊ എന്ത് കിട്ടും? എക്കണോമിക് എൻവയോൺമെന്റ് കിട്ടും. അടുത്താണ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ ട്രഡീഷൻസ് അല്ലെ കസ്റ്റംസ് അല്ലെ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് അല്ലെ, അവിടെ കസ്റ്റംസ്, അവിടുത്തെ ആളുകളുടെ എന്താണ് സോഷ്യൽ ഹാബിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം എങ്ങനെയൊക്കെയാണ്, അവരുടെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്. അപ്പോൾ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സിന് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ്, അത് സോഷ്യൽ എൻവയോൺമെന്റ് പെട്ട കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. സോഷ്യൽ ട്രെൻഡ്സ്, വാല്യൂസ്, ട്രഡീഷൻസ്, കസ്റ്റംസ് ചോദിക്കാറുണ്ട്. അത് ടെക്നോളജിക്കലാണ്. സാങ്കേതികപരമായിട്ട് നമുക്ക് സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്സുകൾ വരിക അല്ലെ, ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ ഐഡിയാസ്, പുതിയ ടെക്നോളജീസ്, പുതിയ മെഷീനറി, ഇതൊക്കെ കൊണ്ടുവന്നാൽ അത് ടെക്നോളജിപരമായിട്ട് സാങ്കേതികപരമായിട്ട് ഉണ്ടായിട്ടുള്ള വികാസമാണ് അല്ലെ. അതൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ക്ലിയർ ആയ മക്കളെ? 3 ക്ലിയർ ആയത്. എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളെ? അടുത്ത 2 എൻവയോൺമെന്റ് ഉണ്ട്. ഒന്നാമത് 4ാമത് എന്താണ്? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. അതായത് പൊളിറ്റിക്കൽ ലീഗൽ അങ്ങനെ മാറിപ്പോരുത് കേട്ടോ, നന്നായി പഠിച്ചു വെക്കുക. പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കണേ പൊളിറ്റിക്കൽ പാർട്ടി, അവരുടെ റൂൾസ്, അവരുടെ റെഗുലേഷൻസ്, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരാം? പൊളിറ്റിക്കൽ എൻവയോൺമെന്റിലെ വരാം. ഇനി ലീഗൽ ആകുമ്പോൾ നിയമങ്ങളായിരിക്കും. ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ലേബർ ലോസ്, അങ്ങനെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് ഉറപ്പിച്ചു അതെന്തായിരിക്കും? ലീഗൽ എൻവയോൺമെന്റ് ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലെജിസ്ലേഷൻ പാസ് കോർട്ടോ പാസ് ചെയ്തേക്കുന്ന കോടതിയുമായി ബന്ധപ്പെട്ടതൊക്കെ നിയമങ്ങളാണെങ്കിൽ അതെന്തായിരിക്കും? ലീഗൽ എൻവയോൺമെന്റ് ആയിരിക്കും. യെസ്. അപ്പൊ 5 എൻവയോൺമെന്റ്സ് ആണ്. അത് വരയ്ക്കുക, നന്നായിട്ട് പഠിക്കുക, ബ്രീഫായിട്ട് പഠിക്കുക. കമ്പോണൻസും പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് വൺ വേയുടെ എപ്പോഴും ചോദിച്ച് കണ്ടേക്കുന്നത് സോഷ്യൽ എൻവയോൺമെന്റിന്റെ ആണ്. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, സോഷ്യൽ എൻവയോൺമെന്റിന്റെ. യെസ്. അടുത്താണ് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി. ഇത് ഓൾറെഡി +1 എക്കണോമിക്സിൽ അവർ പഠിച്ചിട്ടുണ്ട് അല്ലെ. പുത്തൻ സാമ്പത്തിക നയം പഠിച്ചിട്ടില്ല 1991 LPG പഠിച്ചിട്ടില്ലേ മക്കളെ? LPG എന്ന് പറഞ്ഞാൽ എന്താ? L for liberalization, P for privatization, G for globalization. എന്താണ് ലിബറലൈസേഷൻ പറഞ്ഞാൽ? ലിബറലൈസേഷൻ എന്താണ്? നമ്മുടെ എക്കോണമി ലിബറലൈസ് ചെയ്ത് ഉദാരവൽക്കരിക്കാം. അവിടുത്തെ ലൈസൻസ് ഒക്കെ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ കോട്ട പെർമിറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റാം അല്ലെ. മൊത്തം നമ്മുടെ എക്കോണമിയെ ഒന്ന് ഉദാരവൽക്കരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലിബറലൈസേഷൻ. അടുത്താണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരിക്കുക അല്ലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രൈവറ്റൈസേഷൻ aims at providing greater role to the private sector അല്ലെ. പബ്ലിക്കിന്റെ റോള് മാറ്റി പ്രൈവറ്റിന് കൊടുക്കുക. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഡീറിസർവേഷൻ ഒക്കെ എന്തിന്റെ ഭാഗമാണ് മക്കളെ? പ്രൈവറ്റൈസേഷന്റെ ഭാഗമാണ്. കമ്പോണൻസ് ആയിട്ട് ചോദിക്കാം, ബിസിനസ് എൻവയോൺമെന്റ് ചോദിക്കാം. കമ്പോണൻസ് എലമെന്റ്സ് എന്താണ് മക്കളെ? കമ്പോണൻസും എലമെന്റ്സും ഡയമെൻഷൻസ് ഒക്കെ പറയുന്നത് ഞങ്ങൾ നേരത്തെയാണ്. ഗ്ലോബലൈസേഷൻ, ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമിക് ഓഫ് ദ വേൾഡ് ആണ് അല്ലെ. ലോകത്തെ എല്ലായിടത്തും അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുക, സംയോജിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമി മറ്റുള്ള വേൾഡിന്റെ എക്കോണമി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. എക്കോണമിയിൽ നമ്മൾ ഒരുമിപ്പിക്കാം. നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ചാപ്റ്റർ കഴിഞ്ഞ മക്കളെ ഇത്രയും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Royal Insurance Company Limited desire to computerize all branches in Kerala to provide better service to the customers, identify the external environment the company has made use of. അതായത് എന്താ പറഞ്ഞെന്ന് അറിയോ? നമ്മുടെ റോയൽ ഇൻഷുറൻസ് കമ്പനി തീരുമാനിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിലും എന്തുകൊണ്ടുവരാം? കമ്പ്യൂട്ടറൈസ്ഡ് സർവീസ് കൊണ്ടുവരാം. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആളുകൾക്ക് സേവനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സാങ്കേതികപരമായിട്ടുള്ള മാറ്റാണ് അല്ലെ. അപ്പൊ അത് ഏത് എൻവയോൺമെന്റ് ആണ്? പറഞ്ഞില്ലേ, ഏത് എൻവയോൺമെന്റ് ആണ്? ഏത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്? അത് വിളിക്കാൻ പറ്റിയ ഇന്ദ്രിയത്തെ ഏത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആ? ആടിലും പെട്ടടിച്ച് വെക്കും. അതെ അതെ, അമ്മ കാണിക്കണ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ചവച്ചത് മിച്ചർ. എന്തൊരു വൈരാഗ്യമുള്ള പോലെ മിച്ചറിനോട് ഇല്ലല്ലേ? ആൻസർ കിട്ടിയില്ല. ആൻസർ എന്താണ്? ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. അടുത്ത ദിവസം നമുക്ക് വിദ്യയോട് ചോദിക്കാം. ലൈഫ് expectancy is one of the key elements that influences
ലൈഫ് എക്സ്പെക്ടൻസി ആണ് അല്ലെ, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് എൻവയോൺമെന്റിനെയാണ്? ലീഗൽ എൻവയോൺമെന്റ് ആണോ, എക്കണോമിക് ആണോ, സോഷ്യൽ ആണോ, പൊളിറ്റിക്കൽ ആണോ? ജിഷ്ണു സാറാണെങ്കിൽ കഥ പറയുള്ളൂ, സാറാണെങ്കിൽ ആൻസർ പറയും. ഏതാണ് ആൻസർ വിദ്യ? ലൈഫ്, ജീവിതം അല്ലെ, സോഷ്യൽ. സോഷ്യൽ തന്നെയാണ്. അടുത്താണ് interaction of domestic economy with the rest of the world economy is termed as dash. നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമി ഇല്ലേ, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, മറ്റുള്ള വേൾഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ. അപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആണല്ലേ. അപ്പൊ ലിബറലൈസേഷൻ ആണോ, ഗ്ലോബലൈസേഷൻ ആണോ, പ്രൈവറ്റൈസേഷൻ ആണോ, ഡിമോണിറ്റൈസേഷൻ ആണോ? ഏതാണ് റോമ? എന്താണ് ആൻസറിക്ക് മനസ്സിലായി പറഞ്ഞത്? ഏതാണ് ഉത്തരം? 1 2 3 ആൻസർ അടിച്ചാൽ മതി, കൈ കൊണ്ട് അടിച്ച് പറയാൻ പറ്റില്ലെങ്കിൽ. ആ അതെനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കുന്നില്ല തന്നെ. കൊടുക്കണമല്ലോ. റോമ ശ്രദ്ധിക്കാത്ത റോമ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കൊച്ചല്ലേ റോമ? എന്താണ് ഇങ്ങനെ? അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ പറയുന്നത്? എന്താണ് റോമ? ഇന്ററാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ആണ്. നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ചെയ്യുന്നു. യെസ്. എന്താ മാറ്റി പറയേണ്ടതുണ്ടോ? ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്താണ് 4? ഓ, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോർഷൻ, ഡിലീറ്റഡ് പോർഷൻ, അതും പഠിച്ചോ? വിളിക്കാം, അമ്മേനെ വിളിക്കണോ? ഞാൻ അമ്മേനെ വിളിക്കട്ടെ റോമ, ശരിയാക്കി തരാം. അടുത്ത നമുക്ക് അമ്മേ എന്ന് റോമ വിളിക്കാം. ലക്ഷ്മി തരേതാ? ഗ്ലോബലൈസേഷൻ ആണ് കഴിച്ചില്ലല്ലോ. ആഷിഖ് കഴിച്ചില്ലല്ലോ. ആഷിഖ് ഫാഹിം. റൈറ്റ് ആൻസർ ഈസ് ഗ്ലോബലൈസേഷൻ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കും, ഈ ചാപ്റ്ററിൽ ആർക്കെങ്കിലും ഡൗട്ട്സിന് ഹാൻഡ് റൈസ് ചെയ്തോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഇല്ലല്ലോ. ആർക്കെങ്കിലും ഡൗട്ടിന് ഹാൻഡ് റൈസ് ചെയ്തോ? ഇതെന്താണ് ഷട്ടിൽ പരിപാടി? സാധാരണ കൊതുകിനെ കൊല്ലാൻ വേണ്ടി കൊതുക് പറ്റാൻ പിടിക്കാറ് അല്ലേ? ഷട്ടിൽ ആസിഫെ എന്ത് വെച്ചടാ? നീ കൊതുകിനെ പിടിക്കാൻ വേണ്ടി മാറ്റി കഴിഞ്ഞില്ല. എന്ത് വെച്ചടാ? ഒരു ബാറ്റ് പിടിച്ചോണ്ടിരിക്കണല്ലോ. ഇരുന്നോണ്ട് എടുത്താണ് അല്ലേ? ഓക്കെ, പ്ലാനിംഗ് ആണ് ചാപ്റ്ററിന്റെ പേര് മക്കളെ. 6 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. 6 മാർക്കിന് വരെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. മിനിമം ആണ് കേട്ടോ മക്കളെ, മിനിമം ആണ്. അപ്പൊ ഇതിൽ കൂടുതൽ മാർക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. പ്ലാനിംഗ് ഡെഫിനിഷൻ എന്താണ് നോക്കാം നമുക്ക്. പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കണം, കാരണം ഏത് രീതിക്ക് വേണമെങ്കിലും 1 വേഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ പറയാമോ സാറേ? It is deciding in advance what is to be done. അല്ലേ? It involves the selection of objectives, policies, procedures and program from among alternatives. അതായത് എന്ത് ചെയ്യണം, വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, ഹു ഈസ് ഡു ഇറ്റ് എന്നൊക്കെ ചോദിക്കാം അല്ലേ? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചാൽ, അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ചാൽ അതെന്താണ്? അത് പ്ലാനിംഗ് ആണ്. അല്ലെങ്കിൽ പറയാലോ വേർ വി വാണ്ട് ടു ഗോ അല്ലെ? നമ്മളിപ്പോ എവിടെയാണ്, നമുക്ക് എവിടെയാണ് പോകേണ്ടത്. ബ്രിഡ്ജ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രസന്റ് ടു ഫ്യൂച്ചർ, പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കുള്ള ഒരു പാലം, ഒരു ബ്രിഡ്ജ് ആണ് പ്ലാനിംഗ്. ഓക്കേ അല്ലേ മക്കളെ? അപ്പൊ 3 സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് ആണ്, ബ്രിഡ്ജ് ഗ്യാപ്പ് ആണ്, അല്ലെങ്കിൽ വേർ വി വാണ്ട് ടു ഗോ. ഈ 3 സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അതാണ് പ്ലാനിംഗ്. അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പ്ലാനിംഗ് ആണ് അല്ലേ? ഓക്കെ, അടുത്താണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാനേജ്മെന്റിന്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു. അത് കൂടാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് പ്രൈമറി ഫംഗ്ഷൻ. അത് 1 വേർഡ് ചോദിക്കാറുണ്ട്. നമുക്ക് മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് പ്ലാനിംഗ് ആണല്ലേ? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചില്ലേ? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഏതാ? പ്ലാനിംഗ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതുപോലെ ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറയാം. ലക്ഷ്യം ഉണ്ടായിരിക്കും. ഏതൊരു പ്ലാനും ഉണ്ടാകുമ്പോൾ ലക്ഷ്യം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ എല്ലാ ലെവലിലും ഉണ്ടല്ലേ? ടോപ്പ് ലെവലിലുണ്ട്, മിഡിൽ ലെവലിൽ, എല്ലാ ലെവലും കറക്റ്റ് ആണ്. പിന്നെ എന്താണ് ഓൺ ഗോയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു പ്ലാൻ തീരുമ്പോൾ അടുത്ത പ്ലാൻ നമ്മൾ വീണ്ടും ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്ലാനിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് അഥവാ ഫോർവേഡ് ലുക്കിംഗ് ആണ്. 1
വേർഡ് ചോദിക്കും കേട്ടോ. ഫോർവേഡ് ലുക്കിംഗ് എന്താണ്? അത് പ്ലാനിങ് ആണ്. പക്ഷെ ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ഏത് ഫംഗ്ഷൻ ആണ്? ആൻസർ പറയാം, വേഗം പറഞ്ഞേ. ഫോർവേഡ് ലുക്കിംഗ് പ്ലാനിങ് ആണെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഫംഗ്ഷൻ ആണ്? ഹിബ ക്ലാസ് പ്രത്യേകം പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞിടത്തപ്പോഴും പറഞ്ഞല്ലേ, എന്താണ്? കോർഡിനേഷൻ ആണോ? ഫോർവേഡ് ആസ് വെൽ ആസ് മുമ്പിൽ ബാക്കിൽ നോക്കുന്ന കോർഡിനേഷൻ ആണല്ലോ. പ്ലാൻ ചെയ്യാം, മുമ്പിൽ നോക്കണം ബാക്കിൽ നോക്കണം. തന്നെ ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. മക്കളെ എത്ര പേർക്ക് ആൻസർ ചെയ്യടാ? വേഗം ആൻസർ. യെസ് ആൻസർ. നെഹലൊക്കെ ഫസ്റ്റ് ഹാൻഡ് റൈസിംഗ്. നെഹല ഉറക്കൊഴിച്ചിട്ട് പഠിക്കണേ. മക്കളെ മനസ്സിലായോ? ഉറക്കൊഴിച്ചപ്പോ കാര്യം ഉണ്ടാവും. യെസ് സാറത് എക്സാം എഴുതിക്കോട്ടെ. സാർ ഇപ്പൊ കണ്ടിട്ട് കൊള്ളു. എന്താന്നൊക്കെ അർജുൻ അറിയാം, ഷാലക്ഷൻ അറിയാം. സാറെ മൊത്തം കാണിച്ചു അറിയാം. അമൃത. അമൃത ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷൻ ആണ്ടാ? ഡയറക്റ്റിംഗ് ആണോ? സോറി ഞാനിവിടെ. യെസ് ഓക്കെ, മേരി ജിൻസിക്ക് നമുക്ക് ഓപ്ഷൻ. യെസ് കൺട്രോളിംഗ്, കറക്റ്റ് ആൻസർ. മക്കളെ ഫോർവേഡ് ലുക്കിംഗ് മുമ്പോട്ട് നോക്കിയാൽ പ്ലാനിംഗ് ആണ്, മുമ്പോട്ടും ഇമ്പോട്ടും നോക്കിയാലോ അത് കൺട്രോളിംഗ് ആണ്. മാറിപ്പോകരുത്. ക്ലിയർ അല്ലേ? കൺട്രോളിംഗ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണ് ആക്ച്വലി സംഭവിക്കുക അല്ലെ? അപ്പോൾ പ്ലാനിംഗ് ഇല്ലേ? അപ്പൊ അത് ഫോർവേഡ് ലുക്കിംഗ് അല്ല, എന്താണ്? രണ്ടുണ്ട്. ഫോർവേഡും ഉണ്ട്, ബാക്ക്വേർഡ് ലുക്കിംഗ് ഉണ്ട്. ഇവിടെ മുമ്പോട്ട് മാറി നോക്കുന്നുള്ളൂ. ബാക്ക്വേർഡ് ലുക്കിംഗ് തെറ്റിക്കരുത്. പ്ലാനിങ്ങും കൺട്രോളിംഗ് ആണ് ആൻസർ വരുന്നത്. തെറ്റിക്കരുത്. ഇവിടെ പ്ലാനിങ്ങും ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡിൽ കൺട്രോളിംഗ് ആണ്. മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് കാര്യങ്ങൾ തീരുമാനിക്കും. അതുപോലെ പ്ലാനിങ് എന്താണ്? മെന്റൽ പ്രോസസ്. അതിന്റെ കാരണം എന്താണ്? തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചിന്തിച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്താണത്? മെന്റൽ പ്രോസസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ കഴിഞ്ഞു. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗിലേക്ക് പോയാലോ? യെസ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ കിട്ടും. എവിടേക്ക് പോകണം അല്ലെ? ഡയറക്ഷൻ കിട്ടും. ഇപ്പൊ ഡയറക്ഷൻ ഇല്ലാണ്ട് അവിടെ ആലോചിക്കുന്നില്ല സാർ. ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്ലാനിംഗിലൂടെ സാധിക്കും. പിന്നെന്താണ്? അൺസർട്ടനിറ്റി ആയിട്ടുള്ള റിസ്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് റിസോഴ്സസ് ഒക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്യുന്ന പോലെ റിസോഴ്സസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. റിസോഴ്സിന്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോയാൽ ആവശ്യമില്ലാത്ത വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം? മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാനിംഗ് എന്താണ്? ഇന്നോവേറ്റീവ് ഐഡിയാസ്, പുതിയ ഐഡിയാസ് കൊണ്ടുവരും അല്ലെ? പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ സഹായിക്കും. പിന്നെ കൺട്രോളിന് വേണ്ടി നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് പ്ലാനിംഗിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ടത് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ. മക്കളെ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷനും അതുപോലെ തന്നെ കൺട്രോളിന്റെ ലിമിറ്റേഷനും എന്താണ്? എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടല്ലോ. അപ്പൊ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകണം. ക്ലിയർ ആണല്ലോ? യെസ് പറയാലോ സാറേ. പ്ലാനിംഗ് മേക്സ് ദ ആക്ടിവിറ്റീസ് റിജിഡ് അല്ലേ? നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമുക്ക് പോകാൻ പാടുള്ളൂ അല്ലേ? പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ റിജിഡ് ആണ് അല്ലേ? അതായത് ആക്ടിവിറ്റിനെ ഫ്ലെക്സിബിലിറ്റി ആക്കില്ല. അതായത് എന്താണ്? സ്റ്റേബിൾ ആക്കി വെക്കും ആക്ടിവിറ്റിനെ. അടുത്ത ലോങ് ടേം പ്ലാൻസ് ആർ ഇൻസിഗ്നിഫിക്കന്റ് ഇൻ ദ റാപ്പിഡ്ലി ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെന്റ്. അതായത് എൻവയോൺമെന്റ് ചേഞ്ചിങ് ആണെങ്കിൽ നമുക്ക് എന്താണ്? ഒരു ലോങ് പ്ലാൻ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മുൻകൂട്ടി നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മുടെ സമൂഹത്തിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലാൻ പോലെ പോണമെന്നില്ല അല്ലെ? അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. അതിലെ ക്രിയേറ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യും, സാർ ചെയ്യുമ്പോൾ എന്താണ്? സാറിന്റെ ക്രിയേറ്റിവിറ്റി കുറയും അല്ലെ? ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പ്ലാൻ ചെയ്ത് വെച്ച പോലെ പോവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? പ്ലാൻ ചെയ്ത പോലെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താവും? അവിടെ കുറയും. സബോർഡിനേറ്റേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി വളരെ വളരെ കോസ്റ്റ്ലി ആണ്. പ്ലാനിംഗ് അങ്ങനെ കുറെ സമയം എടുക്കും, കോസ്റ്റ്ലി ആണ്. ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ഡസ് നോട്ട് ഗ്യാരണ്ടി. ഇനി പ്ലാനിംഗ് പോലെ കറക്റ്റ് ആയിട്ട് ആവണമെന്നില്ല. അപ്പൊ സക്സസ് ആവണമെന്നില്ല അല്ലെ? നമുക്ക് സക്സസ് ഗ്യാരണ്ടി ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. വളരെ സിമ്പിൾ ആണ് മക്കളെ. ഈ എളുപ്പമുള്ള 5 പോയിന്റ് പഠിച്ചാലും മതി. എന്തായാലും പഠിക്കണം മക്കൾ. ലിമിറ്റേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. സിമ്പിൾ ആയിട്ട് ഒരു 5 പോയിന്റ്സ് പഠിച്ചു വെക്കാം. കൃഷ്ണവേണി പഠിച്ചു കഴിഞ്ഞോ? അടുത്താണ് പ്ലാനിംഗിന്റെ സ്റ്റെപ്സ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറേ പറഞ്ഞു. പ്ലാൻ ചെയ്യാൻ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് അല്ലെ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്. എന്തിനാണ് പ്ലാൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക അല്ലെ? ഉദ്ദേശം എന്താണെങ്കിൽ ആ ഉദ്ദേശം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാം. സച്ചിനെ ഉദ്ദേശം പറയണം. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. എന്നെ കാണാൻ കൊള്ളാം, കുറെ നേരം സച്ചിനെ എന്നെ കാണാൻ കൊള്ളാം, കുഴപ്പമില്ല. ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്യുക. രണ്ടാമത് അതിന് വേണ്ട പ്രിമിസസ് അല്ലെ, ഡെവലപ്പിംഗ് പ്രിമിസസ്. മക്കളെ ഡെവലപ്പിംഗ് പ്രിമിസസ് എന്താണ്? പ്രിമിസസ് എന്താണെന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കും. പ്ലാനിംഗ് പ്രിമിസസ് എന്താണ്? അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ. സാർ നെക്സ്റ്റ് സ്ലൈഡ് കേട്ടോ. അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ, നമ്മൾ ഭാവിയെ കുറിച്ച് മുൻകൂട്ടി ഓരോ ഊഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? അതിനെ പ്ലാനിംഗ് പ്രിമൈസസ് എന്ന് പറയാം. അപ്പോൾ അത് മാത്രം 2 മാർക്കിനോ 1 വേർഡോ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്ലാനിംഗ് പ്രിമിസസ് ഈസ് ദി അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ. ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ? ഓപ്ഷൻസ് എല്ലാം നമ്മൾ തിരിച്ചറിയണം. എന്തെല്ലാം സാധ്യതകളുണ്ട്? ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓരോ ഓപ്ഷൻസ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ? വിലയിരുത്തണം അല്ലെ? ഏതാണ് നല്ലത്, ഏതാണ് അതിന്റെ കോസ്റ്റ് എങ്ങനെ വരും, ബെനിഫിറ്റ് എങ്ങനെ വരും, കൂടുതൽ ഏതിനാണ്, ചെലവ് കുറവ് ഏതിനാണ്, ഇതിന്റെ കൂടുതൽ സമയം എടുക്കുക, അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് വിലയിരുത്തിയിട്ട് ഏറ്റവും നല്ലത് എന്ത് ചെയ്യണം? നമ്മൾ തിരഞ്ഞെടുക്കണം. അതെങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്? മിനിമം കോസ്റ്റും മാക്സിമം ബെനിഫിറ്റ് വരുന്ന പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്, നമുക്ക് മുമ്പിലുള്ള ഓരോ ഓൾട്ടർനേറ്റീവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞിട്ട് അത് ഓരോന്നും വിലയിരുത്തുന്നു. വിലയിരുത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നടപ്പിലാക്കും അല്ലെ? അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് പ്ലാൻ ചെയ്ത് നമ്മൾ പ്രാവർത്തികമാക്കാം. അടുത്ത ലാസ്റ്റ് ആണ് അതിന്റെ ഫോളോ അപ്പ്, ഫീഡ്ബാക്ക് എടുക്കുക. അതാണ് ഫോളോ അപ്പ് ആക്ഷൻ. അപ്പൊ 7 സ്റ്റെപ്പ് ആണുള്ളത് മക്കളെ. വളരെ സിമ്പിൾ ആണ് 7 സ്റ്റെപ്പ്. ഒന്ന് നമുക്ക് ആരോഗ്യ പോളാലപ്പാടോട് ചോദിച്ചാൽ പോളാലപ്പാട്ടെ പ്ലാനിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിടാ. ഒന്ന് ഓർഡറിൽ പറഞ്ഞ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സാറിന്റെ ആക്ഷൻ കൊണ്ടാണ് കുട്ടിക്കുന്നത്. അതാണ് പറഞ്ഞത്. സാറിന് എന്താ ചെയ്യാ? തിരിച്ചറിഞ്ഞിട്ട് ഓരോന്നും ചെയ്യും. സൗണ്ട് ക്ലിയർ അല്ലേ? ഇത്രയും നേരം ക്ലിയർ ആയതല്ലേടാ? യെസ്, ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്റെ സൗണ്ട് ആണ് കേൾക്കാത്തത്. സാറേ മൈക്ക് പിടിച്ചു. ഞങ്ങി പോന്ന് പറഞ്ഞു. അതന്നെ. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഈ പ്ലാനിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ പ്ലാൻസ് ഉണ്ട് ടീച്ചറെ? സിംഗിൾ യൂസ് പ്ലാനും ഉണ്ട്, സ്റ്റാൻഡിംഗ് പ്ലാനും ഉണ്ട്. എന്താണ് ശ്രീജിത്ത് ഡൗട്ട് ആണോ? ശ്രീജിത്ത് ആൻസർ പറയാമെന്നാണോ? ഇപ്പൊ കറക്റ്റ് ആയി. നേരത്തെ കേട്ടില്ലോ പറഞ്ഞത്. ലാസ്റ്റ് നമ്മുടെ പ്രഡിക്ഷൻ ഉണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യണം എല്ലാവരും പോരുത്. യെസ്, ആ പ്രഡിക്ഷനിലാണ് മക്കളെ. എന്താണ് സാറ് മൈക്ക് കൊടുത്തിട്ട് ടീച്ചേഴ്സ് കൊണ്ട് പറയൂ. ഞാനെടുത്ത് പോട്ടെ. അപ്പൊ ടൈപ്സ് ഓഫ് പ്ലാൻ ഏതൊക്കെയാ ടീച്ചറെ? യെസ്, ടൈപ്സ് ഓഫ് പ്ലാൻ എന്താണ്? ആഷിക്കെ പറയടാ. ചോദിച്ച മോനെ. കോപ്പറേറ്റീവ് പ്ലാൻസ് ഒക്കെ അല്ലേ? അതൊക്കെ ചോദിക്കാറില്ലടാ. ഇതാണ് ചോദിക്കാറുള്ളത്. സിംഗിൾ യൂസ് പ്ലാനും അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതാണോ? കോപ്പറേറ്റീവ് പ്ലാൻസ്, ഫങ്ഷണൽ പ്ലാൻസ് ഒക്കെ അല്ലേ? അത് നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മതി. സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും പഠിച്ചാൽ മതി. മറ്റേ ടൈപ്സ് ഓഫ് പ്ലാൻ ചോദിച്ചാൽ മറ്റേ എഴുതിയാൽ മതി കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ചോദിച്ചാൽ അതാണ്. മനസ്സിലായ? സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് യൂസ് പ്ലാനും മാത്രമേ ചോദിക്കുള്ളൂ. എന്നിട്ട് നീ പറഞ്ഞ പോലെ ഇപ്പൊ കോപ്പറേറ്റീവ് പ്ലാൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ക്ലിയർ ആയില്ലേ? യെസ്. അല്ല, ഇതല്ലാണ്ട് വേറെ ടൈപ്പ് പ്ലാൻസ് ഉണ്ട്, അത് ചോദിക്കാറില്ല. അത് ജസ്റ്റ് സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും. സിംഗിൾ യൂസ് പറഞ്ഞ പേരിൽ തന്നെ റിപ്പീറ്റേഷൻ ഇല്ലാത്ത പ്ലാൻ ഒരൊറ്റ തവണ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് പഠിച്ചേക്ക് പറഞ്ഞുതരാം. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി എന്താ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ ആണ്. സ്റ്റാൻഡിംഗ് നിലനിൽക്കുന്ന പ്ലാൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കിയാൽ ഏതൊക്കെ
മക്കളെ സിംഗിൾ യൂസ് പ്ലാൻ അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കും, ബാക്കിയൊക്കെ സ്റ്റാൻഡിംഗ് പ്ലാൻ അങ്ങനെ പഠിച്ചാൽ മതി അല്ലെ. സിംഗിൾ യൂസ് പ്ലാൻ ആകെ 3 ഉള്ളൂ. ഏതൊക്കെയാ? ബഡ്ജറ്റ്, പ്രോഗ്രാം, സ്ട്രാറ്റജി. ഇതൊക്കെ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ്, പ്രോഗ്രാം, സ്ട്രാറ്റജി. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എക്സ്പെക്ട് റിസൾട്ട് ആണ് അല്ലെ. ന്യൂമറിക്കൽ ടേമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാം എന്ന് പറഞ്ഞാലോ? പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയാ? പ്രോഗ്രാം എന്ന് പറയുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞ തന്ത്രങ്ങളാണ് അല്ലെ. അതായത് ഒരു ലക്ഷ്യം നേടാനുള്ള നമ്മൾ ചെയ്യുന്ന ആസൂത്രണം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്ട്രാറ്റജി എന്ന് പറയാം. കേട്ടോ റോമ? അപ്പൊ 3 എണ്ണമാണ് സിംഗിൾ യൂസ് പ്ലാൻ. ഏതൊക്കെയാണ്? ബഡ്ജറ്റ്, പ്രോഗ്രാം, സ്ട്രാറ്റജി. അടുത്താണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അപ്പൊ ഇത് സ്റ്റാൻഡിംഗ് പ്ലാൻ, ബാക്കിയുള്ളതൊക്കെ സ്റ്റാൻഡിംഗ് പ്ലാനുകളാണ്. ഒബ്ജക്റ്റീവ്, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂള്. ഇത് ഓരോന്നും പഠിക്കണം മക്കളെ. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സും പോളിസിയും അതുപോലെ റൂളും ആണ്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം അല്ലെ. സാർ ഇതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കമ്പനി അടുത്ത മാസത്തേക്ക് ഇത്ര ശതമാനം 20% സെയിൽ കൂട്ടണം അല്ലെങ്കിൽ 20% പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിയുടെ ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആയ മക്കളെ? അപ്പൊ നമ്മുടെ ലക്ഷ്യം പറയുകയാണെങ്കിൽ അല്ലെ നമ്മുടെ ഗോൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് പ്രവചിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. അവിടെ സിംഗിൾ യൂസ് കാര്യങ്ങൾ അവിടെ ടൈപ്പ് പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലേതെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നേരത്തെ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ സെയിൽസ് ഇത്ര ശതമാനം വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റ് ഇത്ര ശതമാനം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് ടീച്ചറെ? ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നയമാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയാം പോളിസിക്ക്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് ഒരു 80% മാർക്കുള്ള കുട്ടികൾക്കാണ്. നയമല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് പോളിസി നന്നായിട്ട് പഠിക്കും. അത് ക്രൈസ്റ്റ് കോളേജിലെ ബികോമിന് 98% 99 വേണം. 98% മാർക്ക് ഉണ്ടെങ്കിൽ ക്രൈസ്റ്റ് കോളേജിൽ എന്ത് കിട്ടുള്ളൂ? അവിടുത്തെ വരാതെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അത് അവിടുത്തെ പോളിസിയാണ്. മനസ്സിലായ മക്കളെ? അതിന് കുറവുള്ളവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്താൽ കിട്ടും. പൈസ കൊടുത്താൽ കിട്ടില്ല അവിടെ. ക്ലിയർ ആയ മക്കളെ? അപ്പോ പോളിസി ക്ലിയർ ആയ മക്കളെ? പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ ഒരു സ്ഥാപനത്തിലുള്ള ഒരു നയമാണ്, ഒരു ഡിസിഷൻ എടുക്കാനുള്ള മാർഗനിർദ്ദേശം അല്ലെ. ഗൈഡ്ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ സീക്വൻസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് പ്രൊസീജിയർ. എക്സാമ്പിൾ ഞാൻ പറയാം. രജിസ്റ്റർ അക്കൗണ്ടൻസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ജേർണൽ പഠിപ്പിക്കും അല്ലെ. ലെഡ്ജർ, സ്റ്റെപ്പ് അല്ലേ മക്കളെ? അങ്ങനെ അക്കൗണ്ടൻസ് പഠിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സ്റ്റാഫിംഗ് പഠിച്ചില്ലേ? അതൊരു പ്രൊസീജിയർ അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മള് സെലക്ഷൻ, അങ്ങനെ ഓരോ ഓർഡർ ഉണ്ടല്ലോ. അതുപോലെ സെലക്ഷൻ സ്റ്റെപ്പ്, ഇതെല്ലാം എന്താണ്? പ്രൊസീജിയർ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ സീക്വൻസും സ്റ്റെപ്സും ഉണ്ടെങ്കിൽ ഇതെന്താണ്? അത് പ്രൊസീജിയർ ആണ്. ഇനി മെത്തേഡ് എന്ന് പറഞ്ഞാല് നമുക്ക് പല മെത്തേഡുകളിൽ ഒരു കാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ പേയ്മെന്റ് സിസ്റ്റം, റെമ്യൂണറേഷൻ അല്ലെ. റെമ്യൂണറേഷൻ നമുക്ക് രണ്ടിലും കൊടുക്കാം. ടൈം റേറ്റ് ഉണ്ട്, ഫീസ് റേറ്റ് ഉണ്ടാവും. ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ പേയ്മെന്റ് കൊടുക്കുന്ന രീതിയുണ്ട്. ഫീസിനനുസരിച്ച് നമ്മൾ രീതിയുണ്ട്. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലിപ്പണിക്കാരെങ്കിലും രാവിലെ 8 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്താൽ ഇത്ര രൂപ കൊടുക്കും. അത് ടൈം റേറ്റ് ആണ് അല്ലെ. അത് സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഫീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കൊടുക്കുന്ന പേയ്മെന്റ്, ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച് അത് ഫീസ് റേറ്റ്. അതാണ് മെത്തേഡ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിപ്രീസിയേഷൻ ആണ്. 2 മെത്തേഡ് ഉണ്ട് അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, മെത്തേഡ് ഉണ്ട്. അതാണ് മെത്തേഡ്. മനസ്സിലായാലും മക്കളെ? ക്ലിയർ ആണ്? അടുത്ത റൂളാണ്. അതായത് ചില സ്ഥാപനങ്ങളിൽ ചില റൂൾസ് ഉണ്ട്. 9:30 എന്ത് ചെയ്യണം? പഞ്ച് ചെയ്യണം. അതാണ് റൂളാണ് അല്ലെ. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? നോ സ്മോക്കിംഗ് ഇൻ ഫാക്ടറി പ്രെമിസസ് അല്ലെ. ഫാക്ടറിക്കകത്ത് സ്മോക്കിംഗ് പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അവിടെ അനുവാദം മേടിച്ചിട്ടേ അകത്തേക്ക് പ്രവേശനം. അതാണ് അവിടുത്തെ റൂള്. മനസ്സിലായോ മക്കളെ? റൂള് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അസ്ന പഠിച്ചോണ്ടിരിക്കണോ? തൊട്ട് മുമ്പ് കാണിക്കാം സാറേ. സിംഗിൾ യൂസ് പ്ലാൻ, അതിന്റെ എക്സാമ്പിൾ പഠിക്കാം. ബഡ്ജറ്റ്, പ്രോഗ്രാം, സ്ട്രാറ്റജി, അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ബഡ്ജറ്റ് ഒക്കെ ചിലപ്പോൾ ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ക്യാഷ് ബഡ്ജറ്റ് അങ്ങനെയൊക്കെ തരും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ബഡ്ജറ്റ് ആയിരിക്കും. ഇനി പ്രോഗ്രാം ആണെങ്കിൽ ചിലപ്പോൾ എന്താണ്? ഒരു പുസ്തക പ്രകാശനമുള്ള കുറച്ച് പരിപാടികളൊക്കെ എന്താണ്? ലോഞ്ചുള്ള പരിപാടികളൊക്കെ എന്താണ്? പ്രോഗ്രാം ആയിരിക്കും. സ്ട്രാറ്റജി ചിലപ്പോൾ എന്തെങ്കിലും എന്താണ്? തന്ത്രങ്ങളൊക്കെ അതന്നെ, പ്രമോഷൻ, അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെ എന്താണ്? സ്ട്രാറ്റജിയാണ്. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ. ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ. റൂളിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് സെന്റൻസ് പഠിക്കണം. അതായത് ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്ന
സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്, അതിനപ്പുറം അവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് റൂള്. പക്ഷെ പോളിസി അങ്ങനെയല്ല. എന്താണ്, അതൊരു ബ്രോഡ് സ്റ്റേറ്റ്, അതായത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള എന്താണ് മൊത്തമായിട്ടുള്ള ഒരു മാർഗത്തിനെയാണ് എന്ത് പറയാ പോളിസി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്പെസിഫിക് ആണെങ്കിൽ ഇത് ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, മാറിപ്പോകരുത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. കഴിച്ച് കാണിച്ചെല്ലാവരും പ്രോഗ്രാം പറഞ്ഞല്ലോ. CA പ്രോഗ്രാം നടത്താടാ. എന്തെങ്കിലും പുസ്തക പ്രകാശനം, പുതിയ ബുക്കുകളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഫേർവെലിന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കൂലേ, അതിന്റെ ആ ഒരു ആക്ടിവിറ്റീസ്, അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു പ്രോഗ്രാം ഒക്കെ ഡിസ്പ്ലേ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും അല്ലെ? യെസ്. എന്താണ് സെലക്ഷനിക്ക് പറയാനുള്ള സെലക്ഷൻ സാധനമാണോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പോകാൻ സാറേ കാണിച്ചോളൂ. യെസ്. The assumptions on the future upon which plans are based are called planning procedure, Yes. planning premises, alternative plans, none of these. പ്ലാൻ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അസംപ്ഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്താണ് പറയുന്നത് പറഞ്ഞിരുന്നു അല്ലേ? യെസ്, അതെ. എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ? ആൻസർ അറിയാവുന്ന ഹാൻഡ് റൈസ് ചെയ്യൂ. യെസ്. എന്താണ് ശാരദിക്കിനേക്കാൾ അർച്ചന 5 പ്ലാനിംഗ് പ്രീമിസസ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കേ. കുറേ പേർക്ക് ആൻസർ ചെയ്യാൻ. വെരി ഗുഡ്. നെക്സ്റ്റ്. കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് പ്ലാനിംഗ് പ്രീമിസസ്. നെഹലക്ക് എന്താണ് പറയാനുള്ളത്? നെഹല എല്ലാ ആൻസറും പറയാണ് ഇപ്പോ അല്ലേ സാറേ? യെസ്, നെഹല പഠിപ്പിയായി. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് ഫംഗ്ഷൻ ദാറ്റ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. മുൻകൂട്ടി അല്ലേ, മുൻകൂട്ടി തീരുമാനിച്ചാൽ ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്? ആണോ, പ്ലാനിംഗ് ആണോ, കൺട്രോളിംഗ് ആണോ, സ്റ്റാഫിംഗ് ആണോ? ഏതാണ് മുഹമ്മദ് അർഷാൻ പറയടാ? പ്ലാനിംഗ് ആണ്. യെസ്, ഓക്കേ. നെക്സ്റ്റ്. Employees should report for work at 10 AM. Employees 10 മണിക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. അറിയില്ലേ, മറ്റേ ഫാക്ടറി ഗേറ്റിലൊക്കെ പഞ്ചിങ് മെഷീൻ ഒക്കെ ഉണ്ടാവും അല്ലെ? അത് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? സ്ട്രാറ്റജി ആണോ, പ്രൊസീജിയർ ആണോ, റൂൾ ആണോ, ബഡ്ജറ്റ് ആണോ? ഏതാണ് ആൻസർ? യെസ്, ഏതാ അതിൽ? റൂൾ ആണെങ്കിൽ റൂൾ ആണെങ്കിൽ സെറ്റ് റൂൾ. വെരി ഗുഡ്. ഏഞ്ചൽ അന്നേഞ്ചൽ ക്ലിയർ ആണോ? അന്നേഞ്ചൽ സെറ്റ് അല്ലടാ, മനസ്സിലായില്ലേ? സെറ്റ് ആണ്. യെസ്, ഓക്കേ, ഓക്കേ. മക്കളെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രഡിക്ഷൻ പറയും. ഓക്കെ, ഡൗട്ടുകൾ പറഞ്ഞോ. എന്തെങ്കിലും ഡൗട്ട്സ് ഏതൊക്കെ ചാപ്റ്ററുകൾ, എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചോട്ടോ. ക്ലിയർ ആയോ നെഹല? അപ്പൊ 5 ഫാക്ടേഴ്സ് പഠിക്കാം. 5 മാർക്ക് വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. 5ഉം 4 മാർക്കിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ മസ്റ്റ് ആയിട്ടും വേണം. അപ്പൊ ഈ വട്ട എക്സാമിന് മാർക്കറ്റിംഗിന്റെ 8 ഫംഗ്ഷൻസ് എന്ത് എഴുതാൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ 8 എണ്ണം എഴുതണം. നിങ്ങൾ എത്ര എണ്ണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര എഴുതണം കേട്ടോ. അവിടെ അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. പ്രത്യേകം ക്വസ്റ്റ്യൻ ടെക്നിക്സ് ഓഫ് പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഗിഫ്റ്റ്, അതൊക്കെ അല്ലെ, ഡിസ്കൗണ്ട് ഒക്കെ, അതെല്ലാം പഠിച്ചോ കേട്ടോ. എല്ലാം പഠിച്ചോ. എടാ അത് സിമ്പിൾ അല്ലടാ. ഓൺവേർഡ്സിൽ എഴുതുക എക്സ്പ്ലനേഷൻ, ഡിസ്കൗണ്ട്. എടാ ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ ആ ഹെഡിങ് കിട്ടിയ ഒരു സുഖല്ലടാ. അതോട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. തരാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അടുത്തെന്താണ് മേരി? അതായത് പബ്ലിക്കിന്റെ ഷെയർ പ്രൈവറ്റിന് വിൽക്കുകയാണെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആയില്ലേ? പബ്ലിക് സെക്ടറിന്റെ ഷെയർ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുകയാണെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡി റിസർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ പബ്ലിക് സെക്ടറിന് വേണ്ടി റിസർവ് ചെയ്തേക്കുന്ന ഏരിയാസ് പ്രൈവറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഡി റിസർവേഷൻ. ക്ലിയർ ആണോ? അത് 2 എഴുതിപ്പെട്ട പ്രൈവറ്റൈസേഷന്റെ പാർട്സ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്.
ഇനി ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഒന്നുമില്ല. ചോദിച്ചോടാ. പറഞ്ഞോ. അൻസിലെ എന്നിട്ട് ബാക്കി വീഡിയോ എടുത്ത് കണ്ടാൽ മതി അല്ലേ? പ്രഡിക്ഷൻ യൂട്യൂബിലുണ്ട് കേട്ടോ. ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ആ പ്രഡിക്ഷൻ ഇപ്പൊ പറയണോ? അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം അല്ലേ? ഓക്കെ. നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നാളത്തെ എക്സാമിന് അല്ല മറ്റന്നാളത്തെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാണ്. ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എസ് എന്ന് പിടിച്ചാലോ സാറേ? നമുക്ക് 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള എസ്സേസ്, 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള എസ്സേ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, അത് എഴുതി വെച്ച് ഓൾറെഡി. അതേപോലെ മാർക്കറ്റിംഗ് മിക്സ് നിങ്ങൾ എന്തായാലും എക്സേക്ക് വേണ്ടി പഠിച്ചിട്ട് പോകണം. അത് മാത്രം പോരാ, സെയിൽസ് ടെക്നിക്കൽ പറഞ്ഞില്ലേ, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ അത് പഠിക്കാട്ടോ. അതുപോലെ അഡ്വർടൈസിംഗ് വരാം. മെയിൻ ആയിട്ടൊരു 3 ചാപ്റ്റർ ഉണ്ട്. ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിങ്, അതുപോലെ ഡയറക്റ്റിംഗ്, പിന്നെ മാർക്കറ്റിംഗ്. ഇത്രയും ചാപ്റ്ററിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് അത് പഠിക്കുക. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസെന്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവും റിക്രൂട്ട്മെന്റ് പഠിക്കുക. ഏതൊക്കെ റിക്രൂട്ട്മെന്റ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷനും അതിന്റെ പ്രോസസ്സും ഈയിടെയായിട്ട് എസ്സേ വെച്ച് ഭയങ്കര ട്രെൻഡ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ബാരിയേഴ്സും കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്, 14 പ്രിൻസിപ്പിളിൽ ഏതെങ്കിലും 8 പഠിച്ചു വെക്കണം. ഇത്രയാണ് 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അതുപോലെ എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, മോട്ടിവേഷൻ തിയറി അതാണ് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റിംഗും സ്റ്റാഫിങ്ങും മാർക്കറ്റിംഗ് മാനേജ്മെന്റും ആ 3 ചാപ്റ്ററിൽ എസ്സേ വരാൻ നല്ല സ്കോപ്പ് ഉണ്ട്. പിന്നെ ഒരു സ്കോപ്പ് ഉള്ളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറും അതിന്റെ ഫാക്ടേഴ്സും അതും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ 4 ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചു. അതിന് എസ്സേക്കുള്ള ചാൻസ് ഉണ്ട് ആ 4 ചാപ്റ്ററിൽ നിന്ന്. പിന്നെ ഫിനാൻസ് ഫംഗ്ഷനിൽ എന്തായാലും എസ്സേ അല്ല 3 ഫംഗ്ഷൻസ് ചോദിക്കും ഉറപ്പായിട്ടും. ഫിനാൻസിംഗ് ഡിസിഷൻ അത് 3 പഠിക്കുക. അതുപോലെ സ്റ്റെപ്പ് പഠിക്കുക, ലിമിറ്റേഷൻ പഠിക്കുക. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പും പഠിക്കുക, ലിമിറ്റേഷനും പഠിക്കുക. ടൈപ്സ് ഓഫ് പ്ലാനിംഗ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. പിന്നെ അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ റൈറ്റും നേരത്തെ പറഞ്ഞ പോലെ എന്താണ് റിഡ്രസൽ ഏജൻസീസ്, ഇതും പഠിച്ചോട്ടെ. റെസ്പോൺസിബിലിറ്റി പഠിച്ചു വെച്ചോ. പിന്നെ അതുപോലെ അതിലുള്ളത് ഉറപ്പായിട്ടും വരും. അതിന് നേച്ചർ പഠിക്കുക, കോർഡിനേഷൻ ഇമ്പോർട്ടൻസ് പഠിക്കുക. പിന്നെ എൻവയോൺമെന്റ് അതിലെ ഡയമെൻഷൻ അത് മാച്ച് ദ ഫോളോയിങ്ങിന് ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്റെ കമ്പോണൻസ് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് കമ്പോണൻസ് എന്ന്. പിന്നെ അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ലീഡറുടെയും സൂപ്പർവൈസറുടെയും ക്വാളിറ്റീസ്. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർവൈസറുടെ റോള് എസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ലീഡർഷിപ്പിന്റെ സ്റ്റൈൽ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും എല്ലാ പ്രാവശ്യവും മാറി മാറി ചോദിക്കാറുണ്ട് ഫാക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ 2 ഫാക്ടേഴ്സ് വർക്കിംഗ് ക്യാപിറ്റലിൽ പഠിച്ചു വെക്കുക, അതുപോലെ ഫിക്സഡ് ക്യാപിറ്റലിലും 5 മാർക്കിനും കണക്കാക്കി പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തരാം. ചോദിച്ചോളൂ, ഹാൻഡ് റൈസ് ചെയ്തോളൂ, പറഞ്ഞുതരാം. ഷാനെ ചോദിച്ചോടാ. കമ്പ്യൂട്ടറിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിരുന്നില്ലടാ. ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. അതായത് DBMSന്റെ അഡ്വാൻറ്റേജ് വന്നില്ല, ERP ക്വസ്റ്റ്യൻസ് വന്നില്ല അല്ലെ? അതൊക്കെയല്ലേ SQL പ്രോഗ്രാം എഴുതാനുണ്ടായിരുന്നല്ലോ, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ? പിന്നെ 5 മാർക്കിന് എസ്സേ ആണെങ്കിൽ HTML പ്രോഗ്രാം എഴുതാൻ എളുപ്പമായിരുന്നു. റിലേഷണൽ ജിബ്ര എളുപ്പമല്ലേ? സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്ട് ഓപ്പറേഷൻ അതൊക്കെ എഴുതിയില്ലേ? യൂണിയൻ ഓപ്പറേഷൻ ഒക്കെ എഴുതിയില്ലേ? ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, അതെന്താണ് വെബ് ഹോസ്റ്റിംഗ് ടൈപ്സ് വന്നില്ലേ? 3 മാർക്കിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നു.
പിന്നെയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എം ടി ടാഗ് കണ്ടെയ്നർ ടാഗ് ക്ലാസിഫൈ ചെയ്യാൻ വന്നില്ലേ? ഇവര് വിചാരിക്കേണ്ടത് ഇത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണോ ബിസിനസിന്റെ ക്ലാസ് ആണോ? അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാ, അറിയിക്കുക, വോയിസ് ആയിട്ട് അറിയിക്കുക. എങ്ങനെയായാലും പറഞ്ഞോ, കുഴപ്പമില്ല, നമുക്ക് അതൊരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രമല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഞങ്ങളെ ഇൻഫോം ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നെക്സ്റ്റ് കുറച്ചും കൂടി ഓവർകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ, ഒരുപാട് എഴുതുക, മാർക്കിനനുസരിച്ച് ഒരുപാട് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പേപ്പറൊക്കെ വാങ്ങി എഴുതുക. പിന്നെ ചാർട്ട് വരയ്ക്കാൻ എവിടെയൊക്കെ അവസരം കിട്ടുക അവിടെയൊക്കെ വരയ്ക്കുക. അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുക കേട്ടോ. പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടല്ലോ. നല്ല നീറ്റ് ആയിട്ട് എഴുതുക, വെറുതെ സമയം വേസ്റ്റ് ചെയ്തത്. കാരണം ബിസിനസ് ഒരുപാട് എഴുതാനുണ്ട്. അപ്പോൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി അവിടുന്ന് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുമോ, ഇവിടുന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുമോ എന്നൊക്കെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത് എഴുതാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് 1 മാർക്കൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നോ. പക്ഷേ ആദ്യമേ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എല്ലാം എഴുതി വെക്കുക കേട്ടോ, അല്ലേ? യെസ്. എന്നിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അത് ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ മക്കളെ. ടൈം വേസ്റ്റ് ചെയ്യരുത്, പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്ത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. 2 ദിവസം ഇപ്പൊ എന്തായാലും ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. കണ്ട വീഡിയോസ് വീണ്ടും വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പോർഷൻസ് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഷാഡോ ടീച്ചേഴ്സ് വഴി ഇനി ക്ലിയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ടാറ്റ. അപ്പൊ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ഈ വർഷത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ആരും പോണില്ലല്ലോ.